എല്ലകളൊക്കെ ഇല്ലേ, എല്ലകളൊക്കെ പറഞ്ഞൊരു കാട് വൈബായി. അത് അതിൽ കൂടി വരെ അത്യാവശ്യം റോഡൊക്കെയാണ്, പിന്നെ ഒരു ഇരുണ്ട റോഡ്. പിന്നെ ഇങ്ങനെ പറഞ്ഞപ്പോ എന്റെ കിളി പോയി, ഞാൻ കട്ടായി. ചിലപ്പോ അവിടെ ഈ കോറിഡോർ ഏറ്റവും അടുത്ത് ചെന്ന് ലിഫ്റ്റില്ല. ഒരു 11-12 മണിയൊക്കെ ആയപ്പോ ലിഫ്റ്റിൽ തുറക്കണ്. ചിലപ്പോ നമ്മുടെ വീടിന്റെ ഉള്ളിൽ കൂടെ പോവാ, നമ്മുടെ വീടിന്റെ ഫ്രണ്ടിൽ കൂടെ പോവാ, ബാക്കിലും സൗണ്ട് കേട്ടു. ഞങ്ങൾ 2-3 പേരായിട്ട് അവിടെ നിന്ന് വീഡിയോ കൂടെ കളിക്കാൻ തുടങ്ങി. ഈ പോലീസുകാർ നോക്കിക്കുന്നുണ്ട്, ഈ പയ്യൻ ബോധം കൊണ്ട് എടുക്കുക. അപ്പൊ ഇന്ന് നമ്മൾ കോഫി വിത്ത് കൊണയുടെ പുതിയൊരു എപ്പിസോഡിലോട്ടാണ് എപ്പിസോഡ് 2. അപ്പൊ ഇതിൽ അന്തുണ്ട് നമ്മുടെ കൂടെ. അതെ. അപ്പോ നമുക്ക് ഇന്ന് ചർച്ച ചെയ്യാൻ പോണ വിഷയം വെച്ചിട്ടുണ്ടെങ്കിൽ പ്രേതം. പ്രേതമുണ്ടോ, നമ്മൾ അതിനെ കുറിച്ച് അനാലിസിസ് നടത്തും, നമ്മുടെ എക്സ്പീരിയൻസസ്, അനുഭവങ്ങള്, അത് ഇതൊക്കെയാണ് നമ്മളിൽ ചർച്ച ചെയ്യണ്ടാവുക. അതെ, നമുക്ക് ചെറുതിലോട്ട് പ്രേതം എന്നൊക്കെ വെച്ചാൽ നമുക്ക് ഭയങ്കര, അതെ, വലുതായപ്പോ നമുക്ക് കുറഞ്ഞെങ്കിലും നമുക്ക് അന്നൊക്കെ ആ ഒരു നമുക്ക് ചെറിയൊരു പ്രേത സിനിമ കാണുമ്പോ തന്നെ ഇപ്പൊ പേടിയില്ലെന്നല്ല. ഇതിലൂടെ ഇപ്പോ ആൾക്കാർ രാത്രി ഒറ്റയ്ക്ക് ഒരു ഇട്ടുള്ള വരി കൂടെ പോകുമ്പോ മനസ്സിന്റെ ഒരു കോണിൽ ഒരു ഭയം ആൾക്കാർ തിരിക്കും, ഉണ്ടാവും. അതിപ്പോ ആർക്കില്ല, ഉണ്ടാവണ സ്വാഭാവികം. പിന്നെ പ്രേതത്തെക്കാളും ഇപ്പൊ ഹാർംഫുൾ ആണ് മനുഷ്യന്മാര്. ഇപ്പൊ മനുഷ്യന്മാര് ചെയ്യണ കൊലകളൊക്കെ കണ്ടതിന് അത്ര ഇതായിട്ടാണ് ചെയ്യണത്. പിന്നെ അതിലും ഭേദം പ്രേതങ്ങളായിരുന്നു. അപ്പോ അതാണ് നമ്മുടെ ഇന്നത്തെ കണ്ടന്റും പരിപാടികളും. അതെ. അപ്പോ നമുക്കപ്പോ ഓരോ ഭാഗങ്ങളായിട്ട് നമുക്ക് സംസാരിക്കാം. അതെ. അപ്പൊ ആദ്യം നമ്മുടെ ചെറുപ്പത്തിലെ പ്രേതാനുഭവങ്ങൾ, പ്രേതത്തിന്റെ കഥകൾ എന്താണ്, നമുക്ക് ചെറുപ്പത്തിൽ പ്രേതം നമുക്ക് എന്താണെന്നുള്ള തുടങ്ങാം. പ്രേതമൊക്കെ നമ്മുടെ മനസ്സിൽ വന്നതെന്ന് വെച്ചാൽ ഈ സിനിമകൾ കാണുമ്പോ തന്നെയാണ് ആ ഒരു കൺസെപ്റ്റ് മനസ്സിൽ വന്നത്. അതെ, പ്രേത സിനിമകൾ കാണുമ്പോ അപ്പൊ തന്നെ നമ്മ മനസ്സിൽ ഇമാജിൻ ചെയ്യാൻ തോന്നുന്നു. അതെ, ഇങ്ങനെ സാധനം വരും. നമുക്ക് ചെറുപ്പത്തിലൊരു വിശ്വാസമാണ് ഈ പ്രേത സിനിമ വെച്ചത്. സിനിമയല്ല, റിയൽ ആയിട്ട് നടന്ന കാര്യം നമ്മൾ വിചാരിക്കുക. അതെ, നമുക്ക് അത് ഡിസ്റ്റിംഗ്വിഷ് ചെയ്യാനുള്ള ഒരു സെൻസിബിലിറ്റി ആ സമയത്തില്ല. ആ പ്രശ്നം വെച്ചാൽ നമ്മളെ ചെറുപ്പത്തിലുള്ള സംഭവം മനസ്സിൽ കിടന്ന് നമ്മൾ വലുതാവുമ്പോഴും നമ്മളത് ഇൻഫ്ലുവൻസ് ചെയ്യും. അങ്ങനെയുള്ള പലർക്കും അങ്ങനെ ട്രോമ പോലെ സംഭവം. നിനക്ക് വിശ്വാസം ഉണ്ടോ പ്രേതത്തില്? എനിക്ക് വലിയ വിശ്വാസമൊന്നും ഇല്ല, എങ്കിൽ കൂടി പൂർണ്ണമായിട്ടില്ല. നമുക്ക് പേഴ്സണായിട്ടൊരു അനുഭവം ഉണ്ടാകുമ്പോഴേ നമുക്ക് അതിനെ കുറിച്ച് പറയാൻ പറ്റും. സംഭവം എനിക്ക് ചെറിയ വിശ്വാസമുണ്ട്, സംഭവം കണ്ടിട്ടുണ്ട്. ഇപ്പൊ ഈ ദൈവം ഉണ്ടോ ഇല്ലെന്ന് ചോദിക്കുന്ന പോലെയാണ്, നമ്മള് കാണാതെ നമ്മളെ വിശ്വസിക്കുക. അങ്ങനെ ഒരു സംഭവം ഇതിലുണ്ട്. സംഭവം കണ്ടിട്ടുണ്ട്, കണ്ടിട്ടുള്ളവരുണ്ട്, നമ്മള് കാണുന്നവരെ നമുക്ക് വിശ്വസിക്കാം. ഞാൻ തന്നെ കണ്ടന്റ് ചെയ്യാം. അപ്പോ അത് കണ്ടിട്ടില്ലേ? ഞാൻ കണ്ടിട്ടുണ്ട്. അല്ല, അത് അത് നമുക്ക് വഴിയെ പറയാം. അന്തുന്റെ റൂംമേറ്റ് ഒരു മക്കാശിയാണ്. ചിലപ്പോ രാത്രി കണ്ട് പേടിച്ചിട്ടുണ്ടാവും. രാത്രി കട്ടിൽ അനക്കങ്ങളും സംഭവങ്ങളൊക്കെ ഉണ്ട്. സംഭവം ഞാൻ കണ്ടിട്ടുണ്ട്. ഇനിയിപ്പോ എന്റെ അനുഭവം വെച്ചാൽ ചെറുപ്പത്തിലെ പ്രേതാനുഭവം വെച്ചാൽ നമ്മൾ ഈ ജനാല് എനിക്ക് ഭയങ്കര പേടിയത്, വിൻഡോസും. അതായത് ജനലിൽ കൂടെ നമുക്ക് പുറത്തേക്ക് നോക്കുമ്പോ ഒന്നിലെ വരെ കസിൻസ് ഒക്കെ പറഞ്ഞ് പേടിപ്പിക്കും. അതായത് പുറത്തുകൂടെ ആൾക്കാർ വരും, നടക്കും. പിന്നെ ഈ വാഴയിലൊക്കെ ഇളക്കൊക്കെ കാണുമ്പോഴത്തേക്കും നമുക്ക് ചെറുപ്പത്തിൽ ഭയങ്കര പേടിയാണ് ഈ വിൻഡോസ് വെച്ചിട്ടുണ്ടെങ്കിൽ. ചെറുപ്പത്തോട്ട് ഈ വിൻഡോ ട്രോമയായിരുന്നു. വിൻഡോ കൂടെ പുറത്തേക്ക് നോക്കാനൊക്കെ നല്ല പേടിയായിരുന്നു രാത്രി. പിന്നെ പ്രേത സിനിമ കാണുമ്പോ പുറത്തേക്ക് ഇറങ്ങാൻ തന്നെ പേടിയാവും. ഞാൻ ജനലിൽ കൂടെയാണ് പുറത്തേക്ക് മൂത്രമൊഴിക്കണം. മൂത്രമൊഴിക്കാൻ പോലും പോവില്ല, കിടക്കേ തന്നെ മുള്ളു. പിന്നെ എനിക്ക് വേണ്ടതെന്ന് വെച്ചാൽ പണ്ട് ഞാൻ ഒരു 2-3 പഠിക്കുമ്പോഴാണ് ഈ നമ്മുടെ നാട്ടിൽ മൊത്തത്തിൽ ഈ ബ്ലാക്ക് മാൻ എന്ന് പറഞ്ഞ സംഭവം. പ്രേതം അന്ന് അത് ഭയങ്കര പേടി. അന്ന് ആ സമയത്ത് KCB ഒരു പരിപാടി ഉണ്ടായി, രാത്രിയിൽ 1 മണിക്കൂർ പവർ കട്ട്. ആ സമയത്ത് അല്ല, പ്രേതം എന്ന് പറയാൻ ബ്ലാക്ക് മാൻ എന്ന് പറയാൻ എന്തൊക്കെയാ കാണിച്ചു കൂട്ടിയ ഭയങ്കര ഫാറ്റലായിട്ടാണ് എല്ലാവരെയും ആക്രമിച്ചത്. ഭയങ്കര ക്രൈമായിരുന്നു. അതൊക്കെ വെച്ച് നോക്കുമ്പോ പ്രേതമൊക്കെ വളരെ അതെ. പിന്നെ പ്രേത സിനിമ എന്ന് പറയുമ്പം കേരളത്തിൽ ഫസ്റ്റ് ട്രെൻഡിങ് ആയ സാധനമാണ് യക്ഷീഞ്ഞാൻ. അല്ല, അതിലേക്ക് മുമ്പ് മറ്റേ ആകാശഗംഗ കണ്ട എല്ലാവർക്കും പ്രേതത്തിന് ഒരു പേടി ഉണ്ടായിരുന്നു. യക്ഷീഞ്ഞാൻ ഇറങ്ങിയ ശേഷമാണ് പേടി മാറി സംഭവം. യക്ഷീഞ്ഞാൻ എന്നുള്ള ശരി ഹൊറർ ഇല്ല, വേറെ കാര്യങ്ങളുള്ളത്. പുള്ളി വേറെ മൂന്നിലാ പടം എടുത്തത്. വിനയൻ
അതെ നല്ലൊരു പടമായിരുന്നു അത്. നല്ലൊരു പടം. അതിനുശേഷം ഈ പ്രേതത്തിനുള്ള പേടി മാറി ഒരു ആരാധനയായി. എന്റെ ഒരു കൂട്ടുകാരാണ് പണ്ടിങ്ങനെ ഈ യക്ഷിഞ്ഞാനെ കണ്ടിട്ട് പ്രേതം എന്തെങ്കിലും വീട്ടുകാരനൊക്കെ അവർ പ്രാർത്ഥിക്കുവായിരുന്നു. പിന്നെ എന്താ നിന്റെ ഹരിയുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രേത സിനിമ ഏതാ? ഏറ്റവും പേടിച്ച പ്രേത സിനിമ ഏതാ? ഞാൻ ഏറ്റവും പേടിച്ച എസ്ര ഞാൻ തിയേറ്ററിൽ പോയിട്ടാണ് പൃഥ്വിരാജിന്റെ എസ്ര. അത് നമുക്ക് അത്യാവശ്യം നല്ലൊരു രീതിയിൽ പ്രേതമാണല്ലോ. അതില് മറ്റേ ഗോർ സീനുകള്, അതായത് ഭയങ്കര മേക്കപ്പ് ഇട്ട് വരുന്ന സാധനങ്ങളൊന്നും ഇല്ല. എങ്കിൽ കൂടി നമുക്ക് അതിന്റെ മേക്കിങ്ങിൽ ശരിക്കും നമുക്കൊരു നല്ല പേടിയാവും. ഞങ്ങൾ പേടിയുണ്ട്. അന്തോനാ എനിക്ക് ഈ റീസെന്റ് ആയിട്ട് ഇറങ്ങിയ മലയാളത്തില് ഭൂതകാലം മറ്റേ ഭൂതകാലം അത്യാവശ്യം അതെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു. പക്ഷെ എനിക്ക് ഏറ്റവും പേടിച്ച് തോന്നിയത് ഇൻസീഡിയസ്. എനിക്ക് ഏറ്റവും ആയത്ത അക്കാലത്ത് ആയത്ത ഭയങ്കര ഇതായിരുന്നു. കറക്റ്റ് ഒരു ഹൊറർ സ്റ്റോറി പോലെ. മലയാളത്തിൽ എനിക്ക് ഏറ്റവും ഇഷ്ടം ഭൂതകാലം തന്നെ. അത് ഭയങ്കര നാച്ചുറൽ ആയിട്ട്. സിനിമയാണെന്ന് വിചാരിച്ചില്ല. അവസാനം എപ്പോഴാണ് ഞാനൊരു സൈക്കോളജിക്കൽ പടം വെച്ചാണ്ട് ഇഷ്ടപ്പെട്ടു. നല്ല പടം തന്നെയായിരുന്നു. പിന്നെ നമുക്ക് ഇനിയിപ്പോ നമുക്ക് ഓരോരുത്തരുടെ എന്തെങ്കിലുമൊക്കെ പ്രേതത്തെ കുറിച്ചുള്ള അനുഭവങ്ങൾ പങ്കിടാം. ഓക്കെ, അപ്പൊ ഞാൻ ഫസ്റ്റ് എന്റെ ഒരു അനുഭവം പങ്കിടാം. ഓക്കെ, ഇത് ഏറ്റവും ഈ അടുത്ത് ഭയങ്കര റീസെന്റ് ഉണ്ടായ സംഭവമാണ്. ഇത് ഞാനും എന്റെ ഫ്രണ്ട് ഉണ്ട്, നാട്ടിലെ ഒരു പടിയുണ്ട്. അപ്പൊ ഞങ്ങൾ രണ്ടും കൂടി പടത്തിന് പോയിട്ടു. സെക്കൻഡ് ഷോയ്ക്ക് ഞങ്ങൾ പോയിട്ടു. സെക്കൻഡ് ഷോ അല്ല, 9 മണിയുടെ ഷോ ഇല്ലേ, 9 മണിക്ക് കഴിയുന്ന ഷോ. അത് കഴിഞ്ഞ് വരെയായിരുന്നു. അപ്പൊ വരുന്ന വഴിക്ക് ഞങ്ങൾ സ്കൂട്ടറിലാണ് പോകണം, ഞങ്ങൾ രണ്ടുപേരും. അപ്പൊ ഒരു വഴി എത്തിയപ്പോ അവൻ പറഞ്ഞു, എടാ ഇവിടുന്ന് ലെഫ്റ്റ് പോവാം. ലെഫ്റ്റ് പോയിട്ട് അവിടെ ഒരു മണിയുണ്ട്. അത് ഈ ബ്രഹ്മയുഗമൊക്കെ ഇല്ലേ, ആ പടത്തെ റിലീസ് ചെയ്ത് 2 വീക്കൊക്കെ കഴിഞ്ഞല്ലോ ആ സമയത്താ. അപ്പൊ അവിടെ ഒരു മണിയുണ്ട്, നൈസാന്നൊക്കെ അവൻ പറഞ്ഞ് നിൽക്കുന്നത്. അപ്പൊ ഞാനൊക്കെ നൈസല്ലേ പരിപാടി, നമുക്കൊന്ന് കണ്ടുവച്ച് വരാന്ന് വിചാരിച്ച്. സമയം 9 മണിയൊക്കെ ആയിട്ടുണ്ട്. പറഞ്ഞ പോലെ പോയിട്ടുണ്ട്. അതായത് ഞാൻ കേട്ടിട്ടുണ്ട് ഈ മണിനെ കുറിച്ച്, അത്യാവശ്യം നൈസാന്നറിയാം. അത് പക്ഷെ രാവിലെയൊക്കെ ആൾക്കാർ പലരും പോയി ഫോട്ടോ എടുത്തിട്ടുണ്ട്, എന്റെ ഫ്രണ്ട്സൊക്കെ. അപ്പൊ ഇവന്റെ വാക്കും കേട്ട് ഞങ്ങള് ഒരു 9 മണി സമയത്ത് അതേ കൂടെ പോയി കണ്ടുവച്ചും വരാന്ന് വിചാരിച്ചു. പകുതി പോയപ്പോഴേ ഇവൻ പറയാ, എടാ നമുക്ക് പോവാം, ഞാൻ ഉണ്ട്, ധൈര്യമാണ്, പേടിക്കില്ല കൊണ്ടുപോയത് ഒറ്റ മൈൻഡില്. പകുതി ആയപ്പോ ഞാൻ വിചാരിച്ചത് കുറച്ച് ഡിസ്റ്റൻസ് നിന്ന് കാണാന്നാ. ഇവൻ പറഞ്ഞു എന്റെ ഫ്രണ്ടിൽ പോവാ, മുറ്റത്ത് നിന്ന് കാണാന്ന് പറഞ്ഞിട്ട് ഒരു ഇടവഴി എടുക്കാൻ പറഞ്ഞു, ഗേറ്റിന്റെ അടുക്കല്ലേ. വഴി തുടങ്ങിയതും അതുവരെ അത്യാവശ്യം റോഡൊക്കെയാണ്. പിന്നെ ഒരു ഇരുണ്ട റോഡായി, മനുഷ്യന്മാരില്ല, ചുറ്റി ഇലകളൊക്കെ ഇല്ലേ, ഇലകളൊക്കെ നിറഞ്ഞൊരു കാട് വൈബായി. അത് അതിൽ കൂടെ ഒരു കിലോമീറ്ററോളം പോകണം, അങ്ങനെയാണ് നമുക്ക് സ്ഥലത്തുള്ളൂ. അതെനിക്കറിയാം. പക്ഷെ രാത്രി ആയപ്പോ ഈ ഭയങ്കര ഡാർക്ക്നെസ്സും നമുക്ക് പേടിയാവില്ലോ. പകുതി ആയപ്പോഴേ ഇവൻ തന്നെ, എടാ ചങ്ക പേടിക്കല്ലേ, നമുക്ക് പോവാ കണ്ടുവച്ച് വേണമെങ്കിൽ പറയുന്നത്. പകുതി ആയപ്പോ പറഞ്ഞേ, എടാ പണ്ടെന്റെ ചേട്ടൻ ഇവിടെ പോയിട്ടുണ്ട്, ചേട്ടന്റെ ബടിയും കൂടി ഒരു പ്രാവശ്യം ഇവിടെ പോയിട്ടുണ്ട്. എന്നിട്ട് അവര് ഇവിടുന്ന് ശബ്ദം കേട്ടു, അതിന്റെ ശബ്ദം ഇതിന്റെ ശബ്ദം, അത് കേട്ട് ഇവര് ഏറ്റു ഓടി. ഇവര് എന്നിട്ട് വണ്ടിയൊക്കെ അവിടെ ഇട്ട് ഓടി. അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയൊക്കെ പറയാൻ തുടങ്ങി. അതുവരെ ഞാൻ ചോദിക്കുക, സാധാരണ വലിയ പേടിയൊന്നുമില്ല. ഇവനിങ്ങനെ പറഞ്ഞപ്പോ എന്റെ കിളി പോയി, ഞാൻ കട്ടായി. സംഭവിച്ച നമ്മൾ ഇവൻ ധൈര്യം പൊളിക്കാൻ നോക്കി 2 ഫോട്ടോ എടുത്ത് വരാൻ പറഞ്ഞിരിക്കുക. പകുതി ആയപ്പോ ഇവന്റെ മൂട് മാറി. ഇവന്റെ മൂട് എടാ തൊരപ്പ നീ ഇങ്ങനെയൊക്കെ പറഞ്ഞെ കൊല്ലാൻ കൊണ്ടുപോകാന്ന് ചോദിച്ചു. സംഭവം നമുക്ക് പേടിയാവല്ലോ. പിന്നെ ഞാൻ ഒരു മണിയും വേണ്ട തേങ്ങ വേണ്ട ഞങ്ങൾ തിരിച്ചു പോയി. കാണാൻ പറ്റിയില്ല. സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം ഒരു ടെറർ ആയതിന് ആ ഭാഗത്തേക്ക് പോയി നമുക്ക് കാണാൻ. അതായത് മന, അതിന്റെ അടുത്ത് അറ്റാച്ചുള്ള അമ്പലം. അപ്പൊ നമുക്ക് ഒരു പേടിയാവണ സൈസായിരുന്നു അത്. നന്നായി ഞാൻ പോവാനത് പോയിന്റെ എനിക്ക് കട്ടായേനെ. അപ്പൊ അതെന്റെ ഒരു പ്രയത്തെ കാണേണ്ട സാഹചര്യം പോലത്തത് രക്ഷപ്പെട്ട് പോയതാണ്. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അത് അവന്റെ കൂടെ. ഇതുപോലെ തന്നെ സെക്കൻഡ് ഷോക്ക് വന്നപ്പോഴാണ് ഞാനും കൂട്ടുകാരനും കൂടി വന്നപ്പോഴാണ്. എങ്ങനെയത്? അത് ഒരാൾ ലിഫ്റ്റ് വെച്ച് ലിഫ്റ്റാ അപ്പൊ ഞങ്ങൾ കേൾക്കണം പറഞ്ഞു. കേറി ബൈക്കില് രണ്ടുപേരും രാത്രി 12 മണിയാണ്. ഞങ്ങളിത് അങ്ങ ഒരു ജംഗ്ഷൻ പുള്ളി ഇറക്കാൻ പറഞ്ഞു. ആട്ടി അങ്ങ് ഇറക്കി നോക്കില്ല, പുള്ളിക്ക് തലയില്ല. ഇതേപോലെ പുള്ളി പക്ഷെ തലയില്ല. പക്ഷെ എങ്ങനെ എവിടെ വെച്ചാണ് വർത്താനം പറഞ്ഞാന്ന് മനസ്സിലാവും. നിങ്ങളിപ്പോ കൈ കാണിക്കുന്ന സമയത്ത് വർത്താനം അവിടെ വരുന്ന ഞങ്ങൾ നോക്കില്ല. കൈ കാണിച്ചപ്പോ കേറിക്കോ. എന്നിട്ട് സംഭവം എവിടെന്നാ വർത്താനം പറഞ്ഞത് മനസ്സിലാവണല്ലോ. ഏതാ വയം വെച്ചാണ് സംഭവം. എന്നിട്ട് ഞങ്ങൾ അവിടുന്ന് ബോധം കെട്ട് വീണ്. രണ്ടുപേരും ബോധം കെട്ട് വീണ്. പിന്നെ പ്രേതത്തിന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ പറ്റില്ലല്ലോ. ഞങ്ങൾ ഇത്ര കഴിഞ്ഞിട്ട് പോയി. സംഭവത്തിന് ശേഷം നമ്മളെ ഈ വിശ്വാസം കൂടുന്നത്. അതെ, നമുക്കൊരു ഇൻസിഡന്റ് എനിക്ക് ശരിക്കും ഡയറക്റ്റ് എക്സ്പീരിയൻസ് ഉണ്ടായിട്ടില്ല ഇതുവരെ.
അതായത് ഇപ്പൊ ഞാൻ ആ മനയെ പോയിരുന്നെങ്കിൽ ചിലപ്പോ എനിക്കത് ഉണ്ടായേനെ, ഭാഗ്യത്തിന് അത് ഉണ്ടായില്ല. പിന്നെ കുറച്ചൊക്കെ നമ്മളെ ഇമാജിനേഷൻ ആവാം. ആ സമയത്ത് നമ്മുടെ ടെൻഷനും ഇതൊക്കെ കൂടുമ്പോഴത്തേക്കും ഇപ്പൊ ഇവൻ പറഞ്ഞ പോലെ തന്നെ മനയിൽ പോകുമ്പോ ഇതെല്ലാം കേട്ട് പെട്ടെന്ന് നമ്മുടെ മൈൻഡ് വർക്കാവുന്ന രീതിയിലായി. അപ്പൊ ഇനി അഥവാ മനയിൽ പ്രേതം ഇല്ലെങ്കിലും നമ്മൾ കേറുമ്പോ ആ ഫീലിങ്സ് ഒക്കെ വെച്ച് നമ്മുടെ ഇമാജിനേഷൻ ഉണ്ടാകും. ഇതെങ്ങനെയാന്ന് ഇത് തലയാറാരും അത് അതാ കണ്ടത്. അത് പലരും അങ്ങനത്തെ സാധനമൊക്കെ കാണാറൊക്കെ ഉണ്ട്. അതായത് നമ്മളിങ്ങനെ സാധനം കണ്ടെന്നൊക്കെ പുറത്ത് പറയാൻ കുറച്ചുപേര് പറയും, അവിടെ നമ്മളെ പുച്ഛിക്കും. നമുക്കത് പറയാനോ അതിന്റെ ഒരു മൂഡ് പോകും. ഞാൻ ഇതങ്ങനെ ആരും പറയാറില്ല. ഇപ്പൊ നിങ്ങൾ സബ്സ്ക്രൈബേഴ്സിന് എനിക്ക് വിശ്വാസമുള്ളതുകൊണ്ട് പറഞ്ഞതാ. നിങ്ങൾ സാഹചര്യത്തിൽ പറഞ്ഞല്ലോ. ഇതുപോലെ സെക്കൻഡ് ഷോയുടെ എനിക്ക് എന്റെ ഞാൻ പറഞ്ഞല്ലോ, ഒരു അങ്കിള് പറഞ്ഞു കേട്ടല്ലോ കഥയുണ്ട്. അതായത് പുള്ളിയല്ല, പുള്ളിയുടെ ആരോ ഒരാള് ഇങ്ങനെ നമ്മുടെ വീടിന്റെ അടുത്ത് തിയേറ്റർ ഉണ്ട്, കാർത്തിക തിയേറ്ററാണ് കാണിച്ചത്. അവിടുന്ന് സിനിമ കണ്ട് വരായിരുന്നു. അപ്പൊ പുള്ളിയും ഫ്രണ്ട്സും കൂടെ എന്തോ സിനിമ കണ്ട് വരുന്നു. അപ്പൊ ഒരു ചേട്ടൻ റോഡ് സൈഡിൽ നിൽക്കുന്നുണ്ട്. അയാള് സിഗരറ്റ് കത്തിക്കാൻ ലൈറ്റർ ഉണ്ടോന്ന് ചോദിച്ചു. അപ്പൊ ഇവര് ലൈറ്റർ കൊടുത്തപ്പോ ലൈറ്റർ അങ്ങോട്ട് അടി വീണപ്പോ ഈ മാമൻ അങ്ങോട്ട് എടുക്കാൻ കുനിഞ്ഞപ്പോ നോക്കിയപ്പോ ആളുടെ കാല് മറ്റേ പോത്തിന്റെ കാലില്ലേ, അങ്ങനത്തെ കാല്. അത് ശരിക്കും അങ്ങനത്തെ ഒരു പരിപാടി ഉണ്ട്, പോത്തിന്റെ കാല്. അതൊരു ട്രിപ്പ് സാധനം. അത് നമുക്ക് കാലുമ്പോ നോക്കും. അത് കുനിഞ്ഞു നോക്കുമ്പോ മനുഷ്യല്ല, മുകളിലേക്ക് മനുഷ്യനാ. പക്ഷെ അത് ഈ ചങ്ങല പോത്തിന് ചങ്ങല ഇട്ട് കൊടുക്കുമല്ലോ, അതിപ്പോ ചങ്ങല ഇങ്ങനെ പോണ ശബ്ദം കേൾക്കും നമ്മള്. അപ്പൊ ചെന്ന് നോക്കുമ്പോ ഈ സാധനത്തിന് കാണാം. സംഭവം എല്ലായിടത്തും ഉണ്ട്. ഇതാണ് ഇത് പണ്ടോട്ടെ മലയാള കേരളത്തില് കേട്ട് പലരും പറഞ്ഞു കേട്ടിട്ട് ഈ സാധനം. ഇപ്പൊ ഞാനിപ്പോ ഇത് മാമൻ പറഞ്ഞതിന് ശേഷം ഞാൻ വേറെ പല വ്യക്തികളും ഇങ്ങനെ പറഞ്ഞ അവർക്ക് എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുള്ള കാര്യം ഇതുള്ളതാ. പിന്നെ എനിക്കുണ്ടായ അനുഭവം എന്ന് വെച്ചാൽ പ്രേതമല്ല, ആത്മാവാണ്. അതെന്ന് വെച്ചാൽ എന്റെ മരിച്ചുപോയ അപ്പൂപ്പനെ ഞാൻ വീണ്ടും കണ്ടിട്ടുണ്ട്. സംഭവം വെച്ചാൽ പേടിയാവോ അതോ സ്നേഹമാണോ? അത് ഞാൻ പറയാം. സംഭവം വെച്ചാൽ ഞാനൊരു 5ാം ക്ലാസ് പഠിക്കുമ്പോഴാണ് എന്റെ അപ്പൂപ്പൻ മരിക്കുന്നത്. എന്നിട്ട് ഒരു 2 മാസം കഴിഞ്ഞാണ്. അപ്പോഴത്തേക്കും എന്റെ വീടെന്ന് വെച്ചാൽ വീടും ഇതിന്റെ 3 ഭാഗത്തും വലിയ പറമ്പാ. ഈ മൊത്തം റബ്ബർ, വാഴ, അങ്ങനെ ഒരു കാട് പോലെ സെറ്റപ്പ്. അപ്പൊ ഒരു ദിവസം രാത്രി വീട്ടില് ഞാനും അമ്മൂമ്മയും മാത്രമേ ഉള്ളൂ. അമ്മയും അച്ഛനും അനിയത്തിയും കൂടെ എന്തോ കല്യാണത്തിനോ അങ്ങനെ എന്തോ പോയപ്പോ അങ്ങനെ ഞാനും അമ്മൂമ്മയും ഇങ്ങനെ അടുക്കളയിൽ ഇങ്ങനെ അമ്മൂമ്മ എന്തോ ഉണ്ടാക്കുന്നു, ഞാനിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു, അങ്ങനെ ചെയ്തോണ്ടിരിക്കുക. അപ്പൊ അവിടെ ഈ അടുക്കളയിൽ എന്ന് വെച്ചാൽ ഒരു ഗ്രില്ലുണ്ട്. ഈ ഗ്രില്ലിൽ കൂടെ നോക്കിയാൽ നമുക്ക് പുറത്ത് ഈ പറമ്പ് കാണാൻ പറ്റും. അപ്പൊ നമ്മളിങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോ ഈ പറമ്പിന് നടുക്ക് ഒരു ടോർച്ചിന്റെ വെളിച്ചം ഇങ്ങനെ ആരോ നിൽക്കുവാണെന്ന് മനസ്സിലായി. അപ്പൊ ഈ എന്റെ അമ്മൂമ്മ എന്ന് വെച്ചാൽ ഈ പുള്ളിക്കാരി ഇങ്ങനെ കുറെ വിശ്വാസങ്ങളൊക്കെ ഉള്ള. അപ്പൊ ഞാൻ പറഞ്ഞ് ഈ അപ്പൂപ്പൻ മരിച്ച് കുറച്ച് നേരം കഴിഞ്ഞ. അപ്പൊ ഞാൻ പറഞ്ഞ് അപ്പൂപ്പന്റെ ആത്മാവായിരിക്കും, വെറുതെ ഇരുന്നപ്പോ അമ്മൂമ്മയെ കാണാൻ വന്നായിരിക്കും എന്ന് പറഞ്ഞ് പുള്ളിക്കാരി എന്താക്കി. പുള്ളിക്കാരി ഇത് വിശ്വസിച്ച് എന്നെ വിളിച്ചോണ്ട് എങ്ങനെ അടുക്കള ഡോറും തുറന്ന് ഈ പറമ്പിലോട്ട് ഇറങ്ങി. നോക്കിയപ്പോ അങ്ങനെ നമ്മളെന്ന് വെച്ചപ്പം സംഭവം ശരി, ഒരു പ്രായമായിട്ടുള്ള ആള് ഒരു ടീഷർട്ടും ഒരു കയ്യിലേക്ക് കൊടുത്ത് ഈ ടോർച്ചും പിടിച്ച് ഇവിടെ ഇങ്ങനെ എന്തോ ചെയ്യുന്നുണ്ട്. അപ്പൊ പുള്ളിക്കാരി ഉറപ്പിച്ച് ഇത് മരിച്ച പുള്ളിക്കാരി എങ്ങനെ മരിച്ച ഭർത്താവിനെ കാണാൻ വേണ്ടിട്ട് ചേട്ടാ വിളിച്ചോണ്ടിരുന്നപ്പോഴാണ് സംഭവം ഇത് അപ്പൂപ്പനൊന്നുമല്ല, വേറെ ഒരു പ്രായമായ മനുഷ്യൻ. പുള്ളിക്കാരെ ഇവിടെ എന്തോ പുള്ളിക്കാരെ എങ്ങനെ ചോദിച്ച് പുള്ളിക്കാരൻ്റെ അടുത്ത് നമ്മൾ ചോദിച്ച് ഇവിടെ എന്തോ കാര്യം ചോദിച്ചു. അപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞ് ഞാൻ എൻ്റെ അമ്മാവൻ്റെ വീടിലേക്ക് ഇറങ്ങിയതാ, ഇവിടെ എവിടെയാണ് എന്നും പറഞ്ഞ് പുള്ളി ഇങ്ങനെ സംഭവം ഒരു റിലേ ആയ മനുഷ്യനാണ്. അങ്ങനെ ഈ ശബ്ദമെല്ലാം കേട്ട് നമ്മളെ മുകളിലത്തെ വീട്ടിലത്തെ മാമി ഇറങ്ങി. പുള്ളിക്കാരി നോക്കിയപ്പോഴാണ് ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള പുള്ളിക്കാരൻ ഇങ്ങനെ റിലേ പോയതാ, പേര് ഞാൻ പറഞ്ഞില്ല. അപ്പൊ പുള്ളിക്കാരിങ്ങനെ ഈ രാത്രി ആകുമ്പോ പുള്ളി കഴുപ്പ് കയറി ഇങ്ങനെ ടോർച്ചും പിടിച്ചിറങ്ങും. അങ്ങനെ വഴിയേറ്റ് വന്നു. പിന്നെ പിന്നത്തെ പുള്ളിക്കാരന്റെ റോഡിലോട്ട് കയറ്റി വിട്ടു. ഉമ്മയാണെ പാവം ഇങ്ങനെ മരിച്ച കെട്ടിയവനെ കാണാൻ പറഞ്ഞ് ഇറങ്ങിയതാ. അങ്ങനത്തെ സംഭവം ഉണ്ടായിട്ടില്ല, അല്ല ഡയറക്റ്റ് പ്രേതാനുഭവം ഉണ്ടായിട്ടില്ല. അങ്ങനെ പല മിസ്ലീഡിംഗ് ആയിട്ടുള്ള പരിപാടി നമുക്ക് ഉണ്ടാവാറുണ്ട്. ഞാനിതുപോലെ പ്രാവശ്യം ഈ പട്ടി കുറച്ച് കൊറേ നോക്കി, പട്ടി കുറക്ക് ഭയങ്കര കൊറേ രാത്രി അണ്ട് ഞാൻ വെറുതെ ചെല്ലുമെന്ന് നോക്കിയപ്പോ ഒരു വെള്ള ഷർട്ട് ഇട്ട ഒരാള്. അത് പെട്ടെന്ന് ഇടിമിന്നടിച്ചപ്പോ കണ്ട് അടി ഇടിമില്ലിൽ നിന്ന് എന്നിട്ട് ഞാൻ പിന്നെ ടോർച്ച് നോക്കിയപ്പോ ആളില്ല അവിടെ. വെള്ള ഷർട്ട് ഇട്ട ഒരാള്, ജുബ, വെള്ള ജുബ ഇട്ട ഒരാള് ഇങ്ങനെ ജനല് തുറന്നതാണ്. പട്ടി ഭയങ്കര കുഴ, അന്ന് ഭയങ്കര മഴയാണ്, ഇടിമിന്ന. അപ്പൊ പെട്ടെന്ന് ഞാൻ തുറന്നു, അപ്പൊ പെട്ടെന്ന് ഇടിമിന്നടിച്ച് നോക്കുമ്പോ വെള്ള കളർ ജുബ ഇട്ട ഒരാള്. അങ്ങനത്തെ പല സിനിമ ഉണ്ടാവാറുണ്ട്.
അത് മൃഗങ്ങൾക്ക് പെട്ടെന്ന് അറിയാൻ പറ്റും. അങ്ങനെ അവർക്ക് ഈ ലോ ഫ്രീക്വൻസി നമ്മളെക്കാളും ചെറിയ ഫ്രീക്വൻസി കാണാൻ പറ്റും. വിഷയമായിട്ട് വ്യത്യാസമില്ലല്ലോ അപ്പൊ അവർക്ക് അങ്ങനെ. പിന്നെ അതുപോലെ എനിക്ക് ഇത് എക്സ്പീരിയൻസ് അല്ല, ഇത് വേറൊരു സംഭവമാണ്. ഇതൊരു ഫണ്ണായിട്ടുള്ള സംഭവമാണ്. അതായത് ഞാൻ ഫണ്ണി അല്ല, അത്യാവശ്യം സീനാ. ഞാൻ ഹോസ്റ്റലിലായിരുന്നു എന്റെ കുറച്ചു കാലം, കോളേജ് ചേർന്നേക്കാളും മുമ്പ് കുറച്ചു കാലം. അപ്പൊ ഹോസ്റ്റലിൽ ഇരുന്ന് പഠിച്ചോണ്ടിരിക്കുക. രാത്രി ഒരു 11 മണി 12 മണി സമയമുണ്ട്. അപ്പൊ അധികം ആൾക്കാരില്ല, പിള്ളേരൊക്കെ വെക്കേഷന് വീട്ടിൽ പോയിരിക്കാം. അത് സാറ്റർഡേ ആളില്ല, ഞാനുണ്ട്, വേറൊരു പയ്യനുണ്ട്, ഞങ്ങൾ രണ്ടുപേരും മാത്രമല്ലോ. അപ്പൊ ഞങ്ങളോട് പഠിക്കാം. ഞങ്ങളുടെ ഈ ഒരു സെറ്റപ്പ് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കോറിഡോറാ. അതായത് നിങ്ങൾ ഈ എൻട്രൻസ് കോച്ചിങ്ങിന്റെ ഹോസ്റ്റലിലോ കണ്ടിട്ടില്ലേ, ഒരു കോറിഡോർ ഉണ്ടാവും ഓപ്പൺ ആയിട്ടുള്ള. അതിന്റെ ഇവിടെ ടേബിൾസ് ഇങ്ങനെ പാരലായിട്ട് വെച്ചിരിക്കുന്നത്. പിന്നെ ഏറ്റവും സ്ട്രൈറ്റ് നമ്മൾ നോക്കിയിട്ടുണ്ടെങ്കിൽ ഇതാണ് ലിഫ്റ്റ്. അപ്പോ ഈ ഒരു 20 പിള്ളേർക്ക് ഇരിക്കാൻ പറ്റുന്ന പോലത്തെ ലോങ് ആയിട്ടുള്ള ഒരു റൂമാണിത്. ആകെ ഞങ്ങൾ രണ്ടുപേരല്ലോ. ഒരു 11 മണി 11:30 സമയമായി. അപ്പൊ എല്ലാവരും പോയി, എല്ലാവർക്കും എടുക്കുക. ലൈറ്റ് ഒക്കെ ഒരു ഓഫാണ്. എന്റെ അവിടെ എന്റെ ടേബിളിന്റെ മുകളിൽ ലൈറ്റ് ഉണ്ട്, അവന്റെ അവിടെ ലൈറ്റ് ഉണ്ട്, അത്രയ്ക്കുള്ളൂ. കുറച്ച് കഴിഞ്ഞപ്പോ അവിടെ ഈ കോറിഡോർ ഏറ്റവും അടുത്ത് ചെന്ന് വിട്ടാ വെച്ചാൽ ലിഫ്റ്റിലാ. ഒരു 11:30 12 മണിയൊക്കെ ആയപ്പോ ലിഫ്റ്റ് തുറക്കുമ്പോൾ അടയ്ക്കുമ്പോൾ മ്യൂസിക് ഉണ്ടല്ലോ, ആ മ്യൂസിക് കേട്ടു തുടങ്ങി. അതായത് ആദ്യം മ്യൂസിക് കേൾക്കുന്നുണ്ട്. ഞങ്ങൾക്കപ്പോ ശ്രദ്ധിച്ചപ്പോ ലിഫ്റ്റുമ്മ ലൈറ്റും ഉണ്ട്. അത് നമുക്കൊരു ഗോർസീൻ, അതായത് ഇത്ര ഇങ്ങനെ ഒരു പേരിലായിട്ട് സാധനം കിടക്കണ് അവിടെ ലിഫ്റ്റ് മാത്രം. പിന്നെ ഞങ്ങൾ നോക്കി, പിന്നെ ലിഫ്റ്റ് ഇങ്ങനെ പയ്യെ തുറക്കണ്. സംഭവം പയ്യെ തുറന്നു. അപ്പൊ ഞങ്ങൾക്ക് പേടിയായി. അതായത് ലിഫ്റ്റിൽ പാട്ട് കേൾക്കുന്നുണ്ട്, ലിഫ്റ്റ് പയ്യെ ഇങ്ങനെ തുറക്കുന്നുണ്ട്. ഇത് കാണുമ്പോ നമുക്കൊരു വിധം, അത് നമ്മ ഒറ്റയ്ക്കല്ലോ, നമ്മൾ രണ്ടുപേരും. ഞാൻ ഈ എടുത്താണ്, ഞാൻ ആ അറ്റത്താ. ലിഫ്റ്റിങ് തുറക്കണ്. ഇത് കണ്ട് ഞങ്ങൾക്ക് ചെറിയ പേടിയായി. ഞാൻ ആ ലിഫ്റ്റിന്റെ എടുത്തുവാ. എന്നിട്ട് ഞങ്ങൾ നോക്കണ്ടേ ഇതിനുള്ളിൽ വല്ലതുണ്ടോ, സംഭവം ഉണ്ടോ. അപ്പോൾ അടച്ചു ഒറ്റടി. പിന്നെ അത് ഒന്നും ശബ്ദം ഉണ്ടായില്ല. പിന്നെ കുറച്ചു ഞാൻ പിന്നെ എണീറ്റു. ഈ പറഞ്ഞ എനിക്ക് ചെറിയൊരു ബാഡ് അടിച്ചു. പിന്നെ ഇവന്റെ അടുത്ത് പോയി നിന്നു. അപ്പൊ ഇവനും തിരിഞ്ഞ് ഞങ്ങൾ നോക്കി നിൽക്കേണ്ട ഈ സംഭവമൊക്കെ. എന്നിട്ട് ഞാൻ കുറച്ചേരം അവിടെ നിന്നു. പിന്നെ അവിടെ നിന്ന് ഇങ്ങനെ പിന്നെ പയ്യെ ഇങ്ങനെ അതായത് ഞങ്ങൾ തുറക്കോ ഇനി തുറക്കോന്ന് കാത്തിക്കുക. പിന്നെ അതങ്ങനെ ഉണ്ടായില്ല. പിന്നെ അത് ഇഷ്യൂ ഇല്ലാണ്ട് പോയി. എന്നാലും അത് ഞങ്ങൾക്ക് അത്യാവശ്യം ഒരു പേടിയ ഇൻസിഡന്റ് ആണ്. നിങ്ങൾ ആലോചിച്ച് നോക്കുക. അതായത് 2 പിള്ളേര് ഒറ്റയ്ക്ക് വലിയൊരു കോറിഡോർ. അപ്പൊ അത് അത്ര ഒരു 20 പേർക്ക് ഇങ്ങനെ ടേബിൾ ഇട്ടിരിക്കുന്ന കോറിഡോർ, ആ അറ്റത്തൊരു ലിഫ്റ്റ് ഒറ്റയ്ക്ക് വേറെ മനുഷ്യന്മാരില്ലെങ്കിൽ തുറക്കണ്. മ്യൂസിക് ഉണ്ട്. അതെ, നമുക്ക് പിന്നെ ലൈറ്റ് ഇല്ല, ഒരുവിധ ഇരുട്ട്, മനുഷ്യന്മാരൊന്നും. ഇതുപോലെ തന്നെ എന്റെ വീട്ടില് ഒരു പ്രാവശ്യം ചെലങ്കട ശബ്ദം, അങ്ങോട്ടും ഇങ്ങോട്ടും ചെലങ്കട ശബ്ദം വെച്ച് പോകും. അത് ചെയ്താ തേർവാഴ്ച അത് വരത്ത് പോക്ക്. അത് വെച്ചിട്ടുണ്ടെങ്കിലേ അത് ഞങ്ങൾ കേട്ടിട്ടുണ്ട്. അതായത് 2 അമ്പലങ്ങൾ ഉണ്ടെങ്കിൽ, ദേവിയുടെ അമ്പലങ്ങളോ, അതില് ഒരു അമ്പലത്തിൽ നിന്ന് ദേവി ഇറങ്ങി മറ്റേ അമ്പലത്തേക്ക് പോയി, അങ്ങനത്തെ എന്തോ ഒരു പരിപാടിയാണ്. അതെ. അപ്പൊ ഇത് പോണ വഴിക്ക് അതായത് വളവും തിരിവൊന്നും എടുത്ത് യൂട്ടനൊക്കെ എടുത്തൊന്നല്ല പോവാ സ്ട്രൈറ്റ് ലൈനിലൊക്കെ പോവും. അപ്പൊ ചിലപ്പോ നമ്മുടെ വീടിന്റെ ഉള്ളിൽ കൂടെ ആവും പോവാ, നമ്മുടെ വീടിന്റെ ഫ്രണ്ടിൽ കൂടെ ആവും പോവാ, നമ്മുടെ മേത്ത് കൂടെ ആവും പോവാ. അപ്പൊ നമുക്കതങ്ങ് ഫീൽ ചെയ്യാൻ പറ്റും. ചില സമയത്ത് ചിലർക്ക് സൗണ്ട് കേൾക്കും. അതായത് കാവുകളിൽ നിന്നൊക്കെ ഇങ്ങനത്തെ ഒരു പരിപാടി ഉണ്ടാവും, ഇങ്ങനൊരു വരത്തുപോക്ക് പരിപാടി. അത് അത്യാവശ്യം ഡാർക്കാണ്. അത് പലർക്കും ശരിക്കും ഉള്ളതാണ്. ഈ അമ്പലം അതിന്റെ ഒരു വിശ്വാസമായിട്ട് ബന്ധപ്പെട്ടതാണ്. പിന്നെ ധൈര്യമുള്ളവരൊക്കെ എഴുന്നേറ്റ് പോയി നോക്കും. എനിക്ക് ധൈര്യമുണ്ട്, പക്ഷെ ഞാൻ എഴുന്നേറ്റ് പോയി നോക്കാറില്ല. അതെ, കാരണം നമ്മളെന്തിനാ അവരുടെ കാര്യത്തിൽ എനിക്ക് ധൈര്യമുള്ളുണ്ട്, പക്ഷെ എനിക്ക് അങ്ങനത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിട്ടില്ല. ഞാൻ എന്തെങ്കിലും നോക്കാനുള്ള സാധ്യത ഒന്നും ഇല്ല അധികം. അതെ അതെ, നമുക്ക് പേടിയൊന്നുമില്ല. എന്നാലും നമ്മ പോയി നോക്കും. നമ്മ എന്തിനാ അവരുടെ കാര്യത്തിൽ. ഈ ഹോളിവുഡ് സിനിമയിലൊക്കെ ഉണ്ട് അങ്ങനത്തെ പിള്ളേര് കുറച്ച് നമുക്ക് അങ്ങനത്തെ ഒന്നുമില്ല. നമുക്ക് പേടിയോ ഇതൊന്നുമില്ല. എങ്കിൽ കൂടെ നമ്മ പോയി നോക്കാറില്ല. നമ്മ അവരുടെ കാര്യത്തിൽ പരിപാടി, നമ്മൾ നമ്മുടെ പരിപാടി. പിന്നെ ഇതിന് വേറെ സൈഡും ഉണ്ട്. ഈ ഇങ്ങനെ വിശ്വാസം ഇങ്ങനെ വരുത്തുപോക്കുണ്ട് എന്ന് ഉള്ളതുണ്ട്. പിന്നെ ഇനി അഥവാ ഇല്ലെങ്കിലും ഈ പണ്ടൊക്കെ കുറച്ച് പ്രമാണിമാര് ഇതുണ്ടെന്ന് പറഞ്ഞു വരുത്തുമായിരുന്നു. കാരണം ആ സമയത്ത് ഇത് ഇങ്ങനെ വരുത്തുപോക്കുണ്ട് എന്ന് ആൾക്കാരെ വിശ്വസിപ്പിച്ച രാത്രി പിന്നെ ആൾക്കാർ പുറത്തിറങ്ങാൻ പേടിക്കും. അപ്പൊ ഈ ഗ്യാപ്പിൽ ഇവര് കള്ളവെടി വിൽക്കാൻ പോകും. ആരുവിന്റെ ഞങ്ങളിവിടെ ഹോസ്റ്റലില്ലേ, ആരും എന്ന് പറഞ്ഞ അവന്റെ അച്ഛൻ ഇങ്ങനെ ഇടക്ക് ഇങ്ങനത്തെ പരിപാടികൾ ഉണ്ടായി. അപ്പൊ ഈ പ്രേതം പോലെ സെറ്റപ്പാണ് ഈ ഒടിയ എന്ന് പറയുന്നത്. അപ്പോ ഒടിയ എന്ന് പറയുന്നത് പക്ഷേ പ്രേതം പോലെയല്ല, കുറച്ചുകൂടെ ഒരു റിയലിസ്റ്റിക് ആയിട്ടുള്ള സംഭവം. അതെന്താ വെച്ചാൽ പണ്ട് ഈ താഴ്ന്ന ജാതി മേൽജാതി അങ്ങനെ ഒരു സെറ്റപ്പ് ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ ഈ മേൽജാതിക്കാര് താഴ്ന്ന ജാതിക്കാരെ ഉപദ്രവിക്കും, അങ്ങനെ കുറച്ച് ഇതൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ പിന്നിലുള്ള സ്റ്റോറി എന്ന് വെച്ചാൽ ഇങ്ങനെ ഇതെല്ലാം ഇതിനെതിരെ പ്രതികരിക്കണമെന്ന് ആഗ്രഹമുള്ള ഒരാൾ, താഴ്ന്ന ജാതിപ്പെട്ട ഒരാൾ ഇങ്ങനെ ഇതിന് എതിരെ എന്തെങ്കിലും ചെയ്യാൻ വേണ്ടിയിട്ട് പുള്ളി ഇങ്ങനെ ഏതോ ദേവത ഇങ്ങനെ പ്രാർത്ഥിക്കുക. അപ്പോൾ ഇങ്ങനെ ഈ ദേവത പ്രത്യക്ഷപ്പെട്ട് പുള്ളിക്കാരനോട് പറയും,
ഇതിന് നിനക്ക് സ്വന്തമായിട്ട് ശക്തി തരാൻ പറ്റത്തില്ല, പക്ഷേ ശക്തി കിട്ടുന്ന ഒരു മരുന്നുണ്ട്. അതിനു വേണ്ടിയിട്ട് ഒരു ഗർഭിണിയായ ബ്രാഹ്മണ സ്ത്രീയെ കണ്ടുപിടിക്കണം. എന്നിട്ട് പുള്ളിക്കാരിയുടെ വയറ്റിലുള്ള കുഞ്ഞിനെ പുറത്തെടുത്ത് അതുവഴി മരുന്നുണ്ടാക്കാം. അങ്ങനെ ആണ് പറയുന്നത്. അപ്പോൾ പുള്ളിക്കാരൻ ഇങ്ങനെ ആടയ്ക്ക് അവിടെ താമസത്തിനൊന്നൊരു ബ്രാഹ്മണ സ്ത്രീയെ പുള്ളിക്കാരൻ ഇങ്ങനെ വശീകരിച്ച് കൊണ്ടുവരും. പിന്നെ കൊന്നിട്ട് ഇങ്ങനെ പുള്ളിക്കാരുടെ വയറ്റിലെ ഭ്രൂണം പുറത്തെടുത്ത് അത് വെച്ച് മരുന്നുണ്ടാക്കി പുള്ളിക്ക് ശക്തി കിട്ടും. എന്നിട്ട് പുള്ളിക്കാരൻ ഈ മരിച്ച മൃതദേഹം മറവിയും. അപ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന മരുന്ന് വെച്ച് പുള്ളിക്ക് കിട്ടുന്ന ശക്തി എന്ന് വെച്ചാൽ പുള്ളിക്ക് ഇഷ്ടമുള്ള മൃഗങ്ങളുടെ രൂപം കൊടുക്കാം. അപ്പോൾ അത് അങ്ങനെ രാത്രി ഇങ്ങനെ ഈ കാട്ടുപോത്തിൻ്റെയും അങ്ങനെയുള്ള മൃഗങ്ങളുടെ രൂപം സ്വീകരിച്ചിട്ട് ഈ അവർക്കെതിരെ അനീതി ചെയ്ത എല്ലാവർക്കും എതിരെ തിരിച്ചടിക്കും. അങ്ങനെയാണ് ഞാൻ കേട്ടിട്ടുള്ള ഇതിനുള്ള രീതി. അതും ഇതുപോലെ തന്നെ സൂപ്പർ നാച്ചുറൽ ഇതാണ്. പിന്നെ ഇതുപോലെ തന്നെ ഇതൊക്കെ ദുരുപയോഗം ചെയ്യണവരുണ്ട്. ഈ പ്രേതത്തിന്റെ ചങ്ങലയൊക്കെ ബാക്കി കെട്ടി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓടും. അപ്പൊ പിന്നെ വേറെ സംഭവിച്ചാൽ ഈ സുമതി വളവാ. സുമതി വളവ് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പണ്ടോട്ട് അറിയാം, അത് ശരിക്കും ആ റോഡിന്റെ അലൈൻമെന്റിന്റെ പ്രശ്നമാണ്. അവര് കർവ് ചെയ്തത് ശരിയായില്ല, അതുകൊണ്ടാണ് അവിടെ വണ്ടിക്ക് ഒരു ആക്സിഡന്റ് ആവുന്നതും. പിന്നെ ഇങ്ങനെ എന്തെങ്കിലും ഒരു ആക്സിഡന്റ് ആയതൊക്കെ മരിച്ചല്ലോ. സുമതി ലൊക്കേഷൻ അറിയില്ല. അവിടെ പക്ഷെ കുറെ ആക്സിഡന്റ് ഉണ്ടാവും. പക്ഷെ അടുത്ത വീഡിയോ നോക്കാം. പക്ഷെ ഇപ്പോഴത്തെ പ്രശ്നം വെച്ചാലേ ശരിക്കും ഇപ്പൊ അവിടെ റോഡിന്റെ പുതിയ കൺസ്ട്രക്ഷനും സയൻസ് ഒക്കെ വെച്ച് എന്ന് മാറ്റി. ഇപ്പൊ ഈ പേരിൽ ഉണ്ടാവുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ പല സാമൂഹിക വിരുദ്ധരും വന്ന് അവിടെ ഒരു കാടിന്റെ ഒരു ഭാഗത്താണ് അവിടെ. അപ്പൊ ആൾക്കാർക്ക് പേടിയാണല്ലോ രാത്രി കാവലി പോവാനും ചൂസ് ചെയ്യാനും. അപ്പൊ ഇപ്പൊ അതിന്റെ ഉള്ളിൽ മുഴുവൻ ആ കാട്ടിൽ വെച്ച് ചീട്ടുകളി സിഗരറ്റ് വലി പരിപാടി വെള്ളം പഠിക്കാനാണ് ഇപ്പൊ കിട്ടിയ ഇൻഫോർമേഷൻ. ഇത് ഞാനൊരു യൂട്യൂബ് വീഡിയോ കണ്ടതാണ്, ഏതൊരു വീഡിയോയില്. അപ്പൊ അങ്ങനെയാണ് ഇപ്പൊ സുമതി വളവിന്റെ പരിപാടി. പിന്നെ നമ്മുടെ കോളേജിന്റെ അവിടെ ഇല്ലേ സുഷമ വളവ്, അവിടെ ഒരു ഭാഗത്തൊരു വളവുണ്ട്. അത് ഇതിലും ഇത്രയും കൂടി ഫേറ്റലാണ്, കുറെ ആളുകളെ ഉപദ്രവിച്ചത്. അത് കാണാൻ വേണ്ടിട്ട് മാത്രം ഇങ്ങനെ പോകുന്നവര്. നമ്മുടെ ഒരു സുഹൃത്ത് നിരഞ്ജൻ എന്ന് പറയുന്ന സുഹൃത്ത് സുഷമനെ കാണണമെന്നും പറഞ്ഞു പോയിട്ട് വളരെ മാരകമായിട്ടുള്ള പരിക്കുകളായിരുന്നു. പിന്നെ നമുക്ക് ഇനിയിപ്പോ ഇതില് ഈ വിഷയത്തിൽ സംസാരിക്കാൻ ഒരു കാര്യം വെച്ചാൽ ഈ ഓജോ ബോർഡാ, ഓജോ ബോർഡ്, എക്സോസിസം അങ്ങനത്തെ കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓജോ ബോർഡിനെ കുറിച്ച് സംസാരിക്കാം. നിങ്ങള് കമന്റ് ചെയ്യണമെങ്കിൽ ഞങ്ങള് ഒരു വീഡിയോ ഓജോ ബോർഡ് കളിക്കുന്ന ഒരു വീഡിയോ വേണമെങ്കിൽ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നമ്മൾ ചെയ്തിരിക്കും അല്ലേ? അതെ, നമുക്കങ്ങനെ വിഷയമൊന്നുമില്ല. അപ്പൊ ഈ വീജ ബോർഡിന്റെ എക്സ്പീരിയൻസ് എനിക്കൊരു എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ട് വീജ ബോർഡിനെ പറ്റി. അത് എക്സ്പീരിയൻസ് അല്ല, നമ്മൾ ഈ രോമാഞ്ചം സിനിമ ഒക്കെ ഇറങ്ങിയ സമയമാണ്. അപ്പൊ ആ സമയത്ത് ഞാൻ സിനിമ കണ്ടു. ഞാനപ്പോ ഹോസ്റ്റലിലായിരുന്നു. അപ്പൊ ഞാൻ ഹോസ്റ്റലിൽ പോയി. അവിടെ എനിക്ക് റൂംമേറ്റ് ഉണ്ട്, അർജുൻ ഗോപാൽ എന്ന് പറഞ്ഞത്. ഞങ്ങൾ 2-3 പേരായിട്ട് അവിടെ നിന്ന് വീജ ബോർഡ് കളിക്കാൻ തുടങ്ങി വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ബോർഡൊന്നുമില്ല, അത് ടൈൽസുമേ എഴുതി സെറ്റാക്കി കോയിനൊക്കെ വെച്ച് സംഭവിച്ചപ്പോ ഞാൻ മാത്രം പടം കണ്ടിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പൊ ഞാനാണ് ഈ ഗൈഡ് ചെയ്യുന്നത്. ഇങ്ങനെ സംഭവം പറഞ്ഞ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് സെറ്റുണ്ട്. അപ്പൊ നമ്മള് കളി തുടങ്ങിയിട്ട് അതായത് കൈ വെക്കണം എന്ന് പറഞ്ഞു. അപ്പൊ 2 പേര് കൈ വെച്ചു. പിന്നെ എന്തോ ഭാഗ്യത്തിന് ബാക്കിൽ നിന്ന് സൗണ്ട് കേട്ടു. അതായത് നമ്മുടെ റൂമിന്റെ ഉള്ളില്ല. അപ്പൊ ജനാല ഓപ്പൺ ആണ്. അപ്പൊ ബാക്കിൽ എന്തോ ടെറസിലോ അവിടെ എന്തോ ഷീറ്റും എന്തോ കല്ല് വീണ് ശബ്ദം കേട്ടു. അത് കേട്ടപ്പോ അതായത് ഞാൻ പുഷ് ചെയ്യാൻ നോക്കിയപ്പോ മനസ്സിലായി അതായത് ഞാൻ പുഷ് ചെയ്യണമെന്ന്. പക്ഷെ ഈ സൗണ്ട് കേട്ടപ്പോ പിന്നെ ഞാൻ സൗണ്ട് പിടിച്ചു. എടാ നമുക്കിനി കളിക്കണോ, സംഭവം സൗണ്ട് കേൾക്കുന്നുണ്ട്, ഇതെന്തോ വരവാണ്, ഇഷ്യൂ ആണ് സംഭവം. അങ്ങനെ ഇതിപ്പോ ഞാൻ പുഷ് ചെയ്തു, പക്ഷെ സൗണ്ട് കേൾപ്പിച്ച് എനിക്ക് റെസ്പോൺസിബിൾ ഇല്ല. നല്ലൊരു അത്യാവശ്യം ഹെവി ആയിട്ടുള്ള സൗണ്ട് ബാക്കി നമുക്കത് കേട്ടു. പിന്നെ എന്തോ സ്മെല്ലുണ്ടായിരുന്നു, അതായത് ഈ പാലപ്പൂവിന്റെ സ്മെല്ലോ അങ്ങനത്തെ എന്തോ ഒരു സ്മെല്ലൊക്കെ ഉണ്ട്. അപ്പൊ എനിക്ക് ബാറ്റ് അടിച്ചില്ല, കാരണം ഞാൻ പുഷ് ചെയ്യാൻ നോക്കിയോണ്ട് എനിക്കറിയാം നമുക്കൊരു ധൈര്യം ഉണ്ടല്ലോ. പിന്നെ പക്ഷെ അവന് കുറച്ച് ബാറ്റ് അടിച്ചു. കാരണം വെച്ചാല് ഞാൻ പുഷ് ചെയ്തതാണോ അല്ലയോ എന്ന് അവൻ അറിയില്ല. അതവന് വിചാരിക്കുന്നതല്ലേ. പിന്നെ സൗണ്ട് കേട്ടു, ഇങ്ങനെയൊക്കെ ആയി. പിന്നെ ഇങ്ങനെ മൂഡ് ഒക്കെ ഇരിക്കുമ്പോ നമ്മൾ ക്യാൻഡിലൊക്കെ കത്തിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതൊരു ബാഡ് അടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ കുറച്ച് ഫ്രണ്ട്സ് ഇതുപോലെ ഓജ കളിച്ചു. ഞാൻ ഉണ്ടായില്ലെന്ന്, അവരിത് കളിച്ച് ഇതുപോലെ തന്നെ അനങ്ങാനൊക്കെ തുടങ്ങി. പിന്നെ ലാസ്റ്റ് വരെ എന്തോ ഗോയവേ എന്നൊക്കെ പറഞ്ഞു. പിന്നെ അത് പോയില്ല. പിന്നെ 1 മാസം കൂടെ ഉണ്ടായി ആ പ്രേതം. അത് ഭയങ്കര ഇതായിരുന്നു. അത് 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്തായിരുന്നു.
അതായത് ഈ വിജയ് ബോർഡൊക്കെ ശരിക്കുള്ള പരിപാടിയാണ്. അതായത് ഇങ്ങനെ ചുമ്മാ ഇല്ലാണ്ടാണ് ഇത്രയും പേര് വിശ്വസിച്ച് ചുമ്മാ ഈ കളിച്ചോണ്ടിരിക്കില്ലല്ലോ. അല്ലാതെ ഒരു വിശ്വാസം ശരിക്കുള്ളതാണ്. അതിന്റേതായ പ്രൊസീജിയർ ചെയ്ത അത് അതിന്റേതായ രീതിയിൽ വർക്കാവും. നല്ല സ്പീഡ് കൂടെ നല്ലതാണ്. ഞാൻ പിന്നെ അവരന്ന് വിളിച്ചപ്പോ പോയില്ല. എനിക്ക് ധൈര്യമുണ്ട്, ആവശ്യ കാര്യങ്ങളിൽ നമുക്ക് പേടിയൊന്നുമില്ല, ഒരു ഭയം അത്രേ ഉള്ളൂ. അതെ, നമ്മൾ ആവശ്യമില്ലാത്ത ഇടപെട്ട് ഇത് കേൾക്കണ്ട ആവശ്യമില്ല. അതെ, ആവശ്യമില്ല. ഞങ്ങളിങ്ങനെ പ്ലസ് ടുവിൽ പഠിച്ചപ്പോ ആ സമയത്തായിരുന്നു ഞങ്ങളെ ഒരു ട്യൂഷനില് ഒരു മാത്സ് പഠിപ്പിക്കുന്ന ഒരു സാറ് മരിച്ചു വന്നു ആക്സിഡന്റ്. അപ്പോ അപ്പൊ ഞങ്ങള് ഇങ്ങനെ ഹോസ്റ്റലിൽ ആ സമയത്ത് ഇതേപോലെ ഈ രോമാഞ്ചം ഇറങ്ങിയ സമയത്ത് എല്ലാവർക്കും അത്യാവശ്യം വൈബായി കളിക്കാന്ന് പറഞ്ഞ് കളിച്ചു തുടങ്ങിയതാ. സംഭവം വന്നത് നമുക്ക് പേരറിയാൻ പറ്റുമല്ലോ. അപ്പൊ ഇങ്ങനെ ഫസ്റ്റ് കോയിൻ വെച്ച് ഫസ്റ്റ് പിയിലോട്ട് പോയി, പിന്നെ ആറിലോട്ട് പോയി. സംഭവം പ്രഭാകരൻ സാറായിരുന്നു. അങ്ങനെ പുള്ളി ഇതേപോലെ നമ്മൾ വിളിച്ച് പുള്ളി അത്യാവശ്യം നല്ലൊരു മനുഷ്യനാണ്. അതുകൊണ്ട് അങ്ങനെ ശല്യങ്ങളില്ലായിരുന്നു. പുള്ളി അങ്ങനെ ഞങ്ങൾ പിന്നെ ഗോയവൊന്നും പറഞ്ഞില്ല. പുള്ളി എല്ലാവരും മിസ് ചെയ്യുന്നൊരു സമയമായിരുന്നു. പിന്നെ പുള്ളി കൊണ്ട് ഇങ്ങനെ മാത്സ് അസൈൻമെന്റ് എഴുതിക്കുക, ക്വസ്റ്റ്യൻസ് ആൻസർ കണ്ടുപിടിക്കുക, പ്രോബ്ലംസ് പുള്ളിക്ക് ഇങ്ങനെ പുള്ളിയുടെ സ്പീക്കിന് പ്രോബ്ലം കൊടുത്ത് ആൻസർ കണ്ടുപിടിക്കുക. അങ്ങനെയൊക്കെ ഞങ്ങൾ പ്ലസ് ടു ബാച്ചിൽ മിക്കവരും ഇങ്ങനെ മാത്സിന് A1 വാങ്ങിയത് പുള്ളി കൂടെ ഉണ്ടായതുകൊണ്ട് അത് നമുക്കൊരു ഹാർട്ട് ടച്ചിങ് ആയിട്ടൊരു മൊമെന്റ് ആണ് ശരിക്കും പറഞ്ഞാല്. സാറിനെ ഈ നിമിഷത്തെ ഞാൻ സ്മരിക്കുന്നു. സാറിന്റെ ഒരു ഇത് നമുക്ക് അങ്ങനത്തെ സഹായം ചെയ്യണ പ്രേതങ്ങളും ഉണ്ട്. എല്ലാ പ്രേതങ്ങളും ഒരു എക്സ്പീരിയൻസ് കിട്ടുന്നവര് നമുക്ക് സംഭവം ഇല്ല. ഇവൻ പറയുമ്പോ നിങ്ങൾക്ക് ചിലപ്പോ തോന്നും ഇതില്ല, അത് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് കിട്ടണം. ഇപ്പൊ നിങ്ങൾ ആ ഗ്രൂപ്പില് ആ ഫ്രണ്ട് നിങ്ങളെ വിശ്വസിച്ചത് 100% വിശ്വസിച്ചു. പിന്നെ നമുക്ക് ക്രിറ്റിസൈസ് ചെയ്യാനില്ല, നമ്മൾ കണ്ടിട്ടുണ്ട് സംഭവം. അതെ, ഇപ്പൊ എനിക്ക് വേണമെങ്കിൽ അതൊരു വിശ്വസിക്കാം, കണ്ടിട്ടുണ്ട്. അപ്പൊ അതൊരു രീതിയിലാണ്. അതാ നമുക്ക് കാണുന്നവരെ നമുക്ക് അത്രയ്ക്കല്ലോ, മനസ്സിലായോ? പിന്നെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ടുണ്ടെങ്കിലേ പിന്നെ പ്രേതത്തിനെ കൊഴിപ്പിക്കണുണ്ടാ ഈ അമ്പലത്തിലൊക്കെ സൈക്കഡലിക് പരിപാടിയാ. അത് വെച്ചിട്ടുണ്ടെങ്കിലേ പിന്നെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. ഇത് ഞാൻ സഫാരി ചാനലില് അലക്സാണ്ടർ ജാക്കബ് ഒരു പുള്ളി ഒരു റിട്ടയർഡ് പോലീസ് ഓഫീസർ, IPS ഓഫീസറാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു പോഡ്കാസ്റ്റ് ഉണ്ടായിരുന്നു. അത് സഞ്ചാരം, അദ്ദേഹത്തിന്റെ എപ്പിസോഡ് 18 തോന്നുന്നു. ഞാൻ കുറച്ച് റെഫർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതില് ഇവരൊരു കേസ് തെളിയിച്ചിട്ടുണ്ട് ഈ പ്രേതത്തെ ഉപയോഗിച്ച്. അതായത് ഇത് ഇവരൊരു കേസ് ഉണ്ടായിരുന്നു. കേസ് വെച്ചതായിരുന്നു, ഒരു വ്യക്തി കട പൂട്ടി വീട്ടിലേക്ക് വരായിരുന്നു. അപ്പൊ അതിന്റെ ഇടയിൽ ആരോ കുറച്ചുപേര് അയാളെ അറ്റാക്ക് ചെയ്തു, അയാളെ കൊന്നു. അപ്പൊ ഇത് തെളിയിക്കാൻ വേണ്ടി പോലീസ് നോക്കുന്നുണ്ട്. ഇത് കുറെ കൊല്ലങ്ങൾക്ക് മുമ്പാണ്. ഈ CCTV പരിപാടി ഇല്ല, സ്ട്രീറ്റ് ലൈറ്റിന്റെ വെളിച്ചില്ല. അപ്പൊ അതൊരു ബുദ്ധിമുട്ടാണ്. ആ സാഹചര്യത്തിൽ ഈ കേസ് തെളിയിക്കാൻ വേണ്ടി ഒറ്റ വരി ഒഴിക്കാൻ കിട്ടുന്നില്ല. അത് എല്ലാ വഴി നോക്കി, ആ വഴി നോക്കി, ഈ വഴി, അതായത് സെപ്റ്റംബറിൽ ഫിംഗർ പ്രിന്റ് എടുക്കാൻ നോക്കിയിട്ട് ഒന്നും സെറ്റ് ആവില്ല. അവസാനമായപ്പോ അതില് ആരോടാൾ സജഷൻ കൊടുത്തു, ഇവർക്ക് ഇങ്ങനെ പ്രേതത്തെ വെച്ച് ചെയ്യുന്ന ഒരു പരിപാടി ഉണ്ട്, നോർത്തിൽ എവിടെയോ ചെയ്ത് വർക്കായിട്ടുണ്ട്, നമുക്ക് ആ വഴി കൂടെ ഒന്ന് ട്രൈ ചെയ്താലോ എന്ന് ഇദ്ദേഹത്തോട് പറഞ്ഞു. അപ്പൊ ഇദ്ദേഹം ഇത് കേട്ടപ്പോ എല്ലാം നോക്കി, സയന്റിഫിക് ആയിട്ടെല്ലാം നോക്കി, ഒന്നും ആയില്ല, വെറുതെ ഒന്ന് എറിഞ്ഞു നോക്കാം എന്നുള്ള രീതിയിൽ ഇവർ ചെയ്തു. അപ്പൊ ഇത് ചെയ്യാൻ വേണ്ടി 2 പ്രഗത്ഭന്മാർ ഇതിൽ കൊണ്ടുവന്നു. അവര് കോട്ടയത്ത് നിന്നുള്ള 2 വ്യക്തികളെ കൊണ്ടുവന്നത്. അത് ഈ കൊലപാതകം നടന്നത് കണ്ണൂരാണ്. അപ്പൊ ഈ വ്യക്തികൾ വന്നു, ഇവരുടെ വീട്ടില് ആ മരിച്ച ആളെ കുഴിച്ചിട്ടുള്ള സ്ഥലമുണ്ട്. ആ കുഴിച്ചിട്ട സ്ഥലത്തിന്റെ ചുറ്റും ആ മരിച്ച ആളുടെ, അതായത് കൊലപ്പെട്ട ആളുടെ മോനെ കൊണ്ട് 2-3 പ്രാവശ്യം നടത്തിപ്പിച്ചു. പിന്നെ കുറച്ച് പൂജ കർമ്മങ്ങളൊക്കെ ചെയ്തതിനു ശേഷം ഈ പയ്യൻ ബോധം കിട്ടെടുക്കുക. ഇവര് അപ്പൊ ഈ പോലീസുകാരെ നോക്കിക്കുന്നുണ്ട്, ഇദ്ദേഹം നോക്കിക്കുന്നുണ്ട്. ഇവര് ഒരു വാഴയില, ഒരു ആലില, എന്തൊരു ഇല, അത് ഈ മന്ത്രവാദികളുടെ കയ്യിലുണ്ട്. അവര് ഈ ഇല ഇങ്ങനെ പൊക്കി, അതായത് പകലിട്ട് ഇങ്ങനെ മടക്കി. ഈ മടക്കിയ സിറ്റുവേഷനിൽ ഈ ബോഡി, അതായത് ബോഡിയിലെ ആ മോൻ, അദ്ദേഹത്തിന്റെ മോൻ, അവനും അതേപോലെ തന്നെ ഇങ്ങനെ റൈസ് ചെയ്തിരിക്കാൻ തുടങ്ങി. അതായത് അവര് കണക്ഷൻ വർക്കായി. അതിനുശേഷം പിന്നെ ഇവര് ഈ കുട്ടീനോട് സംസാരിക്കാൻ തുടങ്ങി. അതായത് ഈ പോലീസുകാർക്ക് ചോദിക്കേണ്ട ചോദ്യങ്ങൾ ഇവര് ഈ കുട്ടീനോട് ചോദിക്കാൻ തുടങ്ങി. അങ്ങനെ ഇപ്പോ ഈ കുട്ടിയുടെ ശബ്ദം മാറി, അതായത് അത് കേറി. എന്നിട്ട് സംസാരിക്കുമ്പോ ഈ പയ്യന്റെ സൗണ്ട് അല്ല. അപ്പൊ ഈ മരിച്ച വ്യക്തിയുടെ കൊലപ്പെട്ട വ്യക്തിയുടെ ഭാര്യ ഉണ്ട്. ഈ ഭാര്യക്ക് ഈ സൗണ്ട് മാറുമ്പോൾ ഭാര്യക്ക് മനസ്സിലായി കൃത്യം ഭർത്താവിന്റെ സൗണ്ട്. അപ്പൊ അവർക്ക് ഭയങ്കര വിശ്വാസമായി. അവര് അയ്യോ ഇത് എന്നുള്ള രീതിയിൽ ഇങ്ങനെ പേടിച്ച് സന്തോഷം വിഷമിച്ച് നിൽക്കാണ്. അപ്പൊ ഇദ്ദേഹത്തോട് കാര്യങ്ങൾ ചോദിക്കുമ്പോ ഇദ്ദേഹം ഒരാളുടെ പേര് പറഞ്ഞു. അതായത് ഇന്ന ആളാണ് എന്നെ കൊന്നത് എന്ന് പറഞ്ഞു പുള്ളി.
അങ്ങനെ ഇപ്പൊ പുള്ളി എന്ത് ചെയ്ത്, അങ്ങനെ പുള്ളി പറഞ്ഞപ്പോ ഓക്കെ പോലീസുകാർക്കും കിട്ടേണ്ടത് ഒരു ഐഡിയ കിട്ടി. ഇതല്ല എന്നാലും പുള്ളിക്ക് ഒരു ഐഡിയ കിട്ടിയല്ലോ. അങ്ങനെ ആ പയ്യനെ തിരിച്ച് സാധാ പോലെ ആക്കി. എന്നിട്ട് ഈ പോലീസുകാർ ഈ വ്യക്തിയുടെ പിന്നാലെ പോയി. അങ്ങനെ നോക്കിയപ്പോ സാഹചര്യ തെളിവുകളൊക്കെ വെച്ച് നോക്കിയപ്പോ ഇയാളായിരുന്നു കൊല ചെയ്തത്. മനസ്സിലായ? അത് ഇത് നോക്കിയ ഇങ്ങനെ പയ്യൻ പറഞ്ഞു മന്ത്രവാദി നടത്തിയൊന്നും കോടതി പറയാൻ പറ്റില്ല. ആ കേസിൽ ഇയാള് ഗിൽറ്റി പ്രൂവ് ചെയ്ത് അത് ഇങ്ങനെയാണ്. അത് സാഹചര്യ തെളിവുകൾ വെച്ച് അദ്ദേഹം ഈ സമയത്ത് ഇവിടെ ഉണ്ടായിരുന്നു, അങ്ങനെ ഉണ്ടായിരുന്നു. ഇതൊരിക്കലും പ്രേതാന്ന് പറയുന്നില്ല. പക്ഷെ ചിലപ്പോ ആ കുട്ടിക്ക് ഉണ്ടായ സംശയങ്ങള്, അയാളെ കുറിച്ചുള്ള ഇത് അങ്ങനെയൊക്കെ വെച്ച് ആ ചിലപ്പോ ആയിരിക്കാം. അല്ല ചിലപ്പോ ഇതേപോലെ ദൈവികമായിട്ട് പ്രേതം അല്ലെങ്കിൽ ഇത് വന്നിരിക്കാം. അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. അത് നിനക്ക് നോക്കിയാൽ മതി ആ പോഡ്കാസ്റ്റ്. അങ്ങനെ പ്രേതങ്ങളൊക്കെ ഉള്ളിൽ സോളൊക്കെ കയറുന്ന സംഭവം കുറെ ഉണ്ടായിരുന്നു. പിന്നെ എക്സോസിസം അല്ലേ ഈ പ്രേതത്തിന്റെ ഉള്ളിൽ നിന്ന് പുറത്താക്കണം. ഇവിടെ ചെയ്യാറുണ്ടല്ലോ അമ്പലത്തിലൊക്കെ. പ്രേതം കയറുമ്പോ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് ഇടണം. ഒരാളുടെ ഉള്ളിൽ പ്രേതം കയറിയിട്ട് പിന്നെ പണ്ടത്തെ സിനിമയിലൊക്കെ ആണ് ഇങ്ങനെ ചാട്ടവാറൊക്കെ വെച്ച് അടിച്ച് ഇഷ്ടം പോലെയുള്ളതല്ലേ. എക്സോസിസം സിനിമ ഉണ്ട്, അത് ഭയങ്കര പേടിക്കണം. കണ്ടിട്ടില്ല ആ സിനിമ? ഞാൻ കണ്ടിട്ടുണ്ട്. നല്ല അത്യാവശ്യം എനിക്ക് ഭയങ്കര പേടിപ്പിക്കലായിട്ടൊന്നുമില്ല. പക്ഷെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഹൊറർ സിനിമകളിലൊന്നാണ് അത്. ഏറ്റവും പേടിപ്പിക്കുന്ന സിനിമ എനിക്ക് തോന്നിയിട്ടുള്ളത് ഇൻസിഡിയസ് ഒക്കെയാണ്. പക്ഷെ മലയാളത്തിൽ ഇറങ്ങിയിട്ടുള്ള ഇതിനെ ബെസ്റ്റ് ആയിട്ട് സൈക്കോളജിക്കലി എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ള സിനിമയാണ് മണിച്ചിത്രത്താഴ്. സൈക്കോളജിക്കൽ അതാ ഇതിന്റെ ഒരു ഹൊറർ ആസ്പെക്ട് മാറ്റി നിർത്തിയിട്ട് സൈക്കോളജിക്കൽ ആയിട്ടുള്ള സംഭവം കാണിച്ചിട്ടുള്ള. അതെ. പിന്നെ എനിക്കുണ്ടായ വേറൊരു എക്സ്പീരിയൻസ് പറഞ്ഞാലേ, ഞാൻ പണ്ട് +1 പഠിക്കുന്ന സമയത്ത്, അത് 2021 ജൂൺ കാലഘട്ടത്തില് ഒരു ഹിറ്റായി ട്രെൻഡിങ് ആയ സംഭവമാണ് ക്ലബ് ഹൗസ്. അതെ. പക്ഷെ അത് വന്ന് അപ്പൊ തന്നെ പോയി. അപ്പൊ വന്ന സമയത്ത് ഞാൻ ഉണ്ടായിരുന്നില്ല, മെയിൻ ആയിരുന്നു. അപ്പൊ അതില് ഞാൻ ഒരു സമയത്ത് ഒരു വ്യക്തിനെ പരിചയപ്പെട്ടു. അദ്ദേഹത്തിന്റെ പേര് എനിക്കിപ്പോ കൃത്യമായിട്ട് ഓർമ്മയില്ല. ആളുടെ പ്രൊഫഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഇതായിരുന്നു ഈ പാരാസൈക്കോളജിസ്റ്റ്. പാരാസൈക്കോളജി പഠിക്കുന്ന സ്റ്റുഡന്റ് ആയിരുന്നു ആള്. അപ്പൊ ഡൽഹിയിൽ ഏതോ ഒരു കോളേജിൽ പഠിക്കുകയായിരുന്നു അത്യാവശ്യം. അപ്പൊ അതായത് ഒരു റൂമിലൂടെ ഞങ്ങൾ സംസാരിച്ചു. പിന്നെ ഞങ്ങൾ ഒരു 4-5 മണിക്കൂർ കണ്ടിന്യൂസ് ആയിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു ഈ പല വിഷയങ്ങളെ കുറിച്ച്. അയാൾക്ക് എക്സ്പീരിയൻസ് ഉള്ള ആളാണ്. ഞാൻ ഒരു കൗതുകമുള്ള ഒരു വിദ്യാർത്ഥി എന്ന രീതിയിൽ ഞാൻ കുറെ ആലോചിച്ചു. അയാൾ അതിന്റെ റിപ്ലൈ തന്നോണ്ടിരിക്കുക. അപ്പൊ അയാൾ ഇതിൽ പ്രശ്നം എന്താ വെച്ചാൽ, ഞാനിപ്പോ ഇദ്ദേഹത്തിനോട് ഒരു 3-4 മണിക്കൂർ സംസാരിച്ചു. രാത്രി 10 മണിയൊക്കെ ആയപ്പോഴേക്കും ഞങ്ങൾ സംസാരം നിർത്തി കിടന്നുറങ്ങാൻ പോയി. അന്ന് രാത്രി ഞാൻ കിടന്നുറങ്ങായിരുന്നു. അന്ന് രാത്രി നല്ല ഇടി, നല്ല മഴ, ഹെവി മഴ, ഹെവി ഇടി. ഇതിന്റെ സമയത്ത് ഞാൻ കിടന്നുറങ്ങാം. ഞാൻ ഒറ്റയ്ക്ക് എന്റെ റൂമിലാണ് കിടന്നുറങ്ങുന്നത്. ഞാനിങ്ങനെ ടകട്ടകട്ട അടിച്ചോണ്ടിരിക്കുക. ഭയങ്കര പേടി. അപ്പൊ സംഭവം എനിക്ക് പേടിയാ. ഞാൻ ഇതുവരെ ഡീപ്പ് സ്ലീപ്പില്ല. ഈ ശബ്ദം കേട്ടപ്പോ ഞാൻ ഉറക്കത്തെ എനിറ്റു. എന്നിട്ട് എനിക്ക് ചെറിയ എനിക്ക് മനസ്സിലായി ഡോറ് ഇങ്ങനെ ജനാലിങ്ങനെ അടഞ്ഞുകൊണ്ടിരിക്കുകയാണെന്ന്. പക്ഷെ എനിക്ക് തുറക്കാൻ പോയി അടയ്ക്കാനുള്ള ധൈര്യമില്ല. സംഭവിച്ചല്ലേ, ഫസ്റ്റ് ഓഫ് ഓൾ ഇതാവാൻ നിക്കണില്ല. നമ്മള് പ്രേതങ്ങളെ നമ്മ ബുദ്ധിമുട്ടിക്കാൻ നിൽക്കാതെ നമുക്ക് പേടിയൊന്നുമില്ല. ഞാൻ ഇയാൾ 4 മണിക്കൂർ സംസാരിച്ചപ്പോ എന്റെ മനസ്സിലുള്ള പ്രേതങ്ങള്, പുള്ളിയോട് 10-15 എക്സ്പീരിയൻസ് പറഞ്ഞിട്ടുണ്ട് പുള്ളിയുടെ. അപ്പൊ ഇതിലൊന്നും എനിക്ക് ക്വസ്റ്റ്യൻ ചെയ്യാനോ ക്രിട്ടിസൈസ് ചെയ്യണമെന്നില്ല. അതായത് ഐ ആം കൺവിൻസ് ശരിക്കും പ്രേതം ഉണ്ടെന്നുള്ള വിശ്വാസത്തിലാണ് ഞാൻ ഇരിക്കുന്നത്. അപ്പൊ ഞാൻ വിചാരിക്കുന്നത്, ഞാനിന് വാതിൽ തുറന്നു ജനാലിൽ അടയ്ക്കാൻ വേണ്ടി പോകുമ്പോ ജനാലിൽ അപ്പുറത്തായിട്ട് ഒരു വ്യക്തി അല്ലെങ്കിൽ സ്ത്രീ എന്നെ നോക്കി ഇങ്ങനെ നിൽക്കുന്നതാണ് എന്റെ മനസ്സിൽ. മനസ്സിലായ? അതായത് ഒരു വ്യക്തി എന്നെ നോക്കി നിൽക്കാനുള്ള പരിപാടിയാണ്. അതായത് പുള്ളി പറഞ്ഞ പല കഥകളിലും അങ്ങനെ തുറക്കാനുള്ള ധൈര്യം പോലും ഉണ്ടായില്ല. ധൈര്യമുണ്ട്, നമ്മ അവരെ ശല്യപ്പെടുത്തണ്ടെന്ന് വിചാരിച്ചാണ്. ഓക്കെ. അതെ. എന്നിട്ട് എന്താ, ഞാൻ പിന്നെ അടച്ചില്ല. ഞാൻ ഇതേപോലെ തല വെച്ച് അടക്കണേ അടഞ്ഞോട്ടെ. അതെ. അത് ഞാൻ +1 കാലഘട്ടത്തില്ല. ശരിക്കും നിങ്ങൾക്ക് ചിലപ്പോ തോന്നില്ല പേടിക്കാൻ. ഫസ്റ്റ് ഓഫ് ഓൾ ഇരുട്ട്, ഒറ്റയ്ക്കുള്ള റൂം, ഭയങ്കര ഇത് മഴ, ഇടി, ഈ 4 മണിക്കൂറായിട്ട് ഞാൻ കഥകൾ കേട്ടോണ്ട് ഫുൾ ആയിട്ട് ട്രിപ്പായിട്ട് എടുക്കുക. അപ്പൊ ഇതും കൂടെ ആയപ്പോ എന്റെ മൈൻഡ് ഉണ്ട് ഒന്നില് ഞാൻ ഇവിടെ പോയി നോക്കിയാൽ തന്നെ എന്റെ മനസ്സിൽ എന്തെങ്കിലും കണ്ടേനെ. അപ്പൊ അതുകൊണ്ട് ഞാൻ പോയി നോക്കിയില്ല. അങ്ങനെ ഈ ഇടയ്ക്കൊരു ഇതൊക്കെ ഉണ്ടായി, സ്ത്രീകളായ പ്രേതങ്ങളെ 14 സെക്കൻഡിൽ കൂടുതൽ നോക്കരുത്. അങ്ങനെ നിയമം വന്നിരുന്നു. സ്ത്രീകളായ പ്രേതങ്ങളെ 14 സെക്കൻഡിൽ കൂടുതൽ കണ്ണിൽ നോക്കിക്കൊണ്ടിരിക്കാൻ പാടില്ല. അങ്ങനെ ഒരു ഇതുണ്ടായി. 13 സെക്കൻഡ് കഴിയുമ്പോൾ മാറ്റിയിട്ട് പിന്നെ നോക്കാം. അത് പോരുത്, കണ്ടിന്യൂസ് ആയിട്ട് നോക്കരുത്. അത് പ്രശ്നം സംഭവം ഉണ്ടായിട്ട്. പിന്നെ വെച്ചാല് നമുക്കിടയ്ക്ക് രാത്രിക്ക് നല്ല അല്ല നമ്മൾ ഈ റൂമിൽ കിടന്നുറങ്ങും. അപ്പൊ നമുക്ക് ഈ ടേബിളിന്റെ അടുത്തൊക്കെ
ഈ ഒരു സൗണ്ട് കേൾക്കുന്ന എനിക്ക് തോന്നുകയാണോ ശരിയുണ്ടോ? ഈ സൗണ്ട് എനിക്ക് കുറച്ചു നേരം തോന്നുന്നു. അപ്പൊ നമുക്ക് വെച്ചിട്ടുണ്ടെങ്കിലേ ചില സമയത്ത് രാത്രിക്ക് ഇടുന്ന് ഉറങ്ങി എനിക്കിപ്പോ നമ്മള് ബെഡ്റൂമിന്ന് ഈ ഫുൾ ഡാർക്ക് ആയിട്ടുള്ള റൂമിൽ തോന്നില്ല, ചെറിയ ഡിം ലൈറ്റോ അതൊക്കെ ഉള്ള റൂമിൽ നമുക്ക് വല്ല കസാരയിലൊക്കെ വല്ലവരും ഇരിക്കുന്ന പോലെ തോന്നും. അതായത് ഞാൻ ഒരു പ്രാവശ്യം ഉറക്കത്തെ എനിക്ക് നോക്കിയതാ, അതായത് ഉറക്കത്തെ എനിക്ക് പാർഷ്യൽ ഉറക്കത്തില്ല, നോക്കുമ്പോ എന്റെ കസാരമ കുറെ തുണികളൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ നോക്കിയപ്പോ കൃത്യം ഒരു പെൺകൊച്ചോ ഒരു കൊച്ചിരിക്കുന്ന പോലെ എന്റെ കസാരന്. അതായത് അത് നമുക്ക് പേടിയാവും, കാരണം ലൈറ്റ് ബാക്കിന്ന് വരുന്നത്, അത് നമുക്ക് ലൈറ്റ് ഇല്ല. അപ്പൊ അതൊരു ഫുൾ ഡാർക്കാ. നോക്കുമ്പോ ഇതിങ്ങനെ റൗണ്ട് ചെയ്തല്ലിരിക്കുക തുണികള്. അപ്പൊ അതൊരു ഒരു വ്യക്തിയുടെ ഹെഡ് പോലെ തോന്നിയ കസാരമേ. പക്ഷെ എനിക്ക് അപ്പൊ തന്നെ അത് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റി, അത് വ്യക്തിയല്ല കസാര. എനിക്ക് മനസ്സിലാക്കാൻ പറ്റും, ധൈര്യം ഉണ്ടല്ലോ. ധൈര്യം ഇല്ലെങ്കിൽ ചിലപ്പോ ഒരു വ്യക്തി പേടിച്ച് പിന്നോട്ട് പോവാം. നിങ്ങളൊക്കെ പേടിച്ചു പോകും, പലരും പോവും. പക്ഷെ നമുക്കതെന്തോ ഭാഗ്യം, അങ്ങനെ എനിക്ക് അത്രയ്ക്ക് ഡെപ്തിൽ എക്സ്പീരിയൻസ് ഒന്നും ഉണ്ടായിട്ടില്ല. അതൊരു ഭാഗ്യം, അതുകൊണ്ട് അറിയില്ല. എനിക്ക് കുറെ ഡെപ്തിൽ എക്സ്പീരിയൻസ്, പക്ഷെ അതെല്ലാം ഒന്നും ഇവിടെ പറയാൻ പറ്റില്ല. നിങ്ങളുടെ മനസ്സ് ചിലപ്പോ ലോല ഹൃദയരൊക്കെ ഇത് കേൾക്കണം. അതെ, ഫാമിലി ഓഡിയൻസ് ആണ് നമ്മുടെ ഒരു നട്ടല്. പിന്നെ പലർക്കും ഇപ്പൊ നമ്മളിപ്പോ ഇവൻ പറഞ്ഞൊരു കഥ നിങ്ങളെ വിശ്വസിച്ചില്ല, സംഭവം കണ്ടിട്ടുണ്ട്. പിന്നെ എന്തോരം ഓക്കെ, നമുക്ക് ബാക്കി വീഡിയോ പോവാം. പിന്നെ ഈ പര്യായ പ്രവേശത്തിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഇതുമായിട്ട് റിലേറ്റ് ചെയ്തൊരു കേസുണ്ട്. ഇന്ത്യ തന്നെ ഫേമസ് ആയ ഒരു ബുരാരി കൊലക്കേസ്. 11 പേര് ഒരുമിച്ച് തൂങ്ങി. അതിപ്പോഴും കണ്ടുപിടിച്ചിട്ടില്ല അതിന്റെ കാരണം എന്താ. അത് സംഭവം ഈ കുടുംബത്തിലെ ഏറ്റവും മൂത്ത ആള് പുള്ളിയുടെ ഭാര്യ, 3 മക്കളെന്ന് പറഞ്ഞാൽ നല്ല 40s മക്കളാണ്. 3 മക്കള്, അവരുടെ മക്കള്, ഭാര്യമാര്, ഇതെല്ലാം ചേർന്ന ഒരു ജോയിന്റ് ഫാമിലി, വലിയ കുടുംബം. 10 വയസ്സ് തൊട്ട് 60 വയസ്സ് വീട്ടില് ആൾക്കാരും മുഴുവൻ പലരും. അതില് അവര് വീടിനടുത്ത് തന്നെ ഒരു കട നടത്തുന്നു. അങ്ങനെ ഫൈനാൻഷ്യലി അത്യാവശ്യം ഫാമിലിയാണ്. അപ്പോ ഈ കുടുംബത്തിലെ ഏറ്റവും മൂത്ത കാരണം പുള്ളി മരണപ്പെട്ടു. പിന്നെ ഈ ബിസിനസ് സംഭവമൊക്കെ നോക്കുന്ന മക്കളായി. അപ്പോ അവർക്ക് ഫിനാൻഷ്യലിയൊക്കെ കുറച്ച് പ്രശ്നങ്ങൾ വന്നു തുടങ്ങി. ആ സമയത്താണ് ഈ ഇതിലെ 3 മക്കളില് രണ്ടാമത്തെ മോൻ കുറച്ച് വീടായിട്ട് ബിഹേവ് ചെയ്യാൻ തുടങ്ങിയത്. പുള്ളി ഈ അച്ഛനെ പോലെ സംസാരിക്കുക, ഈ ഇടയ്ക്കൊക്കെ സ്വന്തം അച്ഛൻ്റെ ഇതിലോട്ട് മാറുക. അച്ഛൻ ഇങ്ങനെ പരകായ പ്രവേശനം ചെയ്യുന്ന സമയത്ത് പുള്ളിക്കാരൻ സ്വന്തം അമ്മയെ അച്ഛൻ സംസാരിക്കുന്ന പോലെ പേരെടുത്തൊക്കെ വിളിക്കുന്നത്. അങ്ങനെ ഓരോന്ന് ചെയ്തു തുടങ്ങി. പിന്നെ ഈ അച്ഛൻ പറയുന്ന കാര്യങ്ങളൊക്കെ പുള്ളി ഒരു ഡയറിയിൽ എഴുതി വെച്ചിട്ട് അതിനനുസരിച്ച് പ്രവർത്തിക്കുകയാണ്. അതായത് ആ ഡയറി വെച്ചിട്ടുണ്ടെങ്കിലേ പുള്ളി ആളുടെ മോളോട് പറയും. അതായത് ഈ അച്ഛൻ, അതായത് ആ ഗ്രാൻഡ് ഫാദർ ഈ മോന്റെ മേത്ത് വരും, ഈ മോൻ ഇയാളുടെ മോളോട് പറയും ഹിന്ദിയില്. എന്നിട്ട് അവരിങ്ങനെ നോട്ട് ചെയ്ത് വെക്കും അച്ഛൻ പറയുന്ന കാര്യങ്ങൾ. എന്നിട്ട് ഇവര് ഈ ഡയറിയിൽ ഈ അച്ഛൻ പറയുന്ന പോലെ ഡയറിയിലുള്ള കാര്യങ്ങൾ ഇവര് അതിനനുസരിച്ച് പ്രവർത്തിക്കുകയാണ്. അപ്പൊ എന്താ, ഇവരുടെ പുതിയ ബിസിനസ്സുകൾ തുടങ്ങി, ഉള്ള ബിസിനസ് എസ്റ്റാബ്ലിഷ് ആയി, ഫൈനാൻഷ്യലി ഇവർക്ക് നല്ല ഉയർച്ചയായി. അങ്ങനെ ഇവർക്ക് ശരിക്കും പറഞ്ഞാൽ ഈ ഫാമിലിയുള്ള എല്ലാരും ഇത് വിശ്വസിച്ചു. എല്ലാരും നടക്കുന്നുണ്ടല്ലോ, പിന്നെ വിശ്വസിക്കാതിരിക്കേണ്ട കാര്യമില്ലല്ലോ. അങ്ങനെ ഇവര് ഇതിനനുസരിച്ച് പ്രവർത്തിക്കാൻ തുടങ്ങി. അപ്പോ പിന്നെയും ഇങ്ങനെ അച്ഛൻ ഓരോ കാര്യങ്ങൾ പറയാൻ തുടങ്ങി. ഓരോ പൂജ ചെയ്യണം, ഈ പൂജകളിൽ ഐശ്വര്യം ഉണ്ടാവും. അങ്ങനെ അദ്ദേഹം പറഞ്ഞൊരു പൂജയാണ് ഇങ്ങനെ കുടുംബത്തിലെ എല്ലാരും കൂടി ഇങ്ങനെ തൂങ്ങണം. എന്നിട്ട് അതുപോലെ ഒരു പൂജയ്ക്ക് ശേഷം നിങ്ങൾ തൂങ്ങണം. ഈ വീടിന്റെ മുകളിൽ ഒരു ഗ്രില്ലുണ്ട്. ഈ ഗ്രില്ലില് ഇവരിങ്ങനെ 11 പേരും ഇങ്ങനെ തൂങ്ങി ഒരേ സമയം പൂജ ചെയ്യണം. എന്നിട്ട് അങ്ങനെ ചെയ്യുമ്പോൾ അടുത്ത ദിവസം രാവിലെ ചെയ്യണം. അടുത്ത ദിവസം രാവിലെ പൂജ തീരും. അതിനുശേഷം കുടുംബത്തിൽ എല്ലാവർക്കും ഐശ്വര്യം ഉണ്ടാവും എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇവരെല്ലാരും ഈ ഇതുവരെയുള്ള സംഭവങ്ങളെല്ലാം കറക്റ്റായിട്ട് നടന്നുകൊണ്ട് ഇവർ ഇത് വിശ്വസിച്ച് ചെയ്തു. പക്ഷേ അടുത്ത ദിവസം ആൾക്കാർ നോക്കുമ്പോൾ ഇവരുടെ കട എന്ന് തുറക്കുന്ന സമയത്ത് തുറന്നിട്ടില്ല, ആരെയും പുറത്ത് കാണില്ല. അങ്ങനെ ആൾക്കാർ വന്ന് നോക്കിയപ്പോഴാണ് കഥയെല്ലാം പൂട്ടിയിട്ടില്ല, തുറന്നു നടക്കുന്നുണ്ട്. അങ്ങനെ തള്ളി തുറന്നപ്പോഴാണ് ഈ 11 പേരും ഇങ്ങനെ സീനൊന്നും ആലോചിച്ച് പെട്ടെന്ന് തുറന്നു 11 പേര് ഡെഡ് ബോഡി. ഈ റെഡിറ്റ് യൂസ് ചെയ്യുന്നവര് അല്ലെ ബുരാരി മർഡർ കേസ് സെർച്ച് ചെയ്ത് നോക്കിയാൽ അതിലെ വിഷ്വൽസ് അല്ല നെറ്റ്ഫ്ലിക്സിൽ ഇതുണ്ടല്ലോ. അത് നമ്മുടെ ഭാഗത്ത് നിൽക്കുമ്പോൾ നമ്മൾ വിചാരിക്കും ഇവരെന്ത് പൊട്ടന്മാരാ ഇങ്ങനെ. പക്ഷെ
അവരുടെ പെർസ്പെക്റ്റീവ് വെച്ചാൽ അവര് ഇതുവരെ ഈ ഇയാള് പറയുന്ന പോലെ എല്ലാം ചെയ്ത് ഇവർക്ക് ഇത്ര ഉയർച്ച ഉണ്ടായി. അപ്പൊ ഇതും കൂടെ ചെയ്താൽ രക്ഷപ്പെടുന്നല്ലോ വിചാരിക്കല്ലോ. അങ്ങനെ ഒരു ശരിക്കും അതെ അന്ധവിശ്വാസങ്ങളുടെ ഒരു കാര്യമാണ്. ഇപ്പൊ നമ്മൾ പലർക്കും പല വിശ്വാസങ്ങളുണ്ടാവും, പക്ഷെ എല്ലാം എക്സ്ട്രീം ആയി പോകുമ്പോ നമ്മുടെ അന്ധവിശ്വാസം ചിലപ്പോ മറ്റുള്ളവരുടെ വിശ്വാസമായിരിക്കാം. അതൊക്കെയാണ്. അപ്പൊ അവരൊരിക്കലും മരിക്കും എന്ന് വിചാരിച്ചല്ല ചെയ്തത്. അവര് പിറ്റേ ദിവസം അവര് സൂയിസൈഡും അല്ല മർഡറും അല്ല, തൂങ്ങി പിറ്റേ ദിവസം ആകുമ്പോ അവർ തിരിച്ച് ജീവൻ വരും, സാധാ പോലെ പ്രശ്നം ഉണ്ടാവില്ല, ഹാപ്പി ഇരിക്കുന്നു വിചാരിച്ചു ചെയ്തു. പക്ഷെ മരിച്ചുപോയി. എന്ത് ചെയ്യാനും? അതാണ് ലോജിക്കല്. ഇതേപോലെ ട്രിവാൻഡ്രത്ത് തന്നെ ഒരു കേസ് നടന്നിട്ടുണ്ട്. കേരൾ ജിൻസൻ രാജ എന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാരൻ സ്വന്തം അച്ഛനെയും അമ്മയും വെട്ടിക്കൊന്നു. അവരുടെ ആത്മാവായിട്ട് സംസാരിക്കാൻ വേണ്ടി പുള്ളി ഭയങ്കര ഒരു ഇന്റലക്ച്വൽ കാര്യമായിരുന്നു, കോഡിംഗ് ഒക്കെ അറിയാവുന്ന. പിന്നെ ഇതുപോലെ റീബർത്ത് പുനർജനിക്കുന്ന അതിന് കുറെ തെളിവുകളുണ്ട്. കാരണം ഒരു സയന്റിസ്റ്റ് സ്പെയിനിലുള്ളതാ ഏതൊരു കൊച്ചിനെ ഹിപ്നോട്ടൈസ് ചെയ്തെന്ന് വെച്ചാൽ 10 വയസ്സിന് താഴെയുള്ള കൊച്ചുങ്ങളെയാണ് കുറെ പേർ ഹിപ്നോട്ടൈസ് ചെയ്തപ്പോ അതിലൊരു കൊച്ചി ഈജിപ്ഷ്യൻ ഭാഷ സംസാരിക്കണം. മനസ്സിലായ? അന്ന് വെച്ചാല് ഇത് ശരിക്കും ഉള്ളതാ. എന്ന് വെച്ചാൽ സയന്റിഫിക്കലി പ്രൂവ്ഡാ. എന്ന് വെച്ചാൽ പുള്ളി ഹിപ്നോട്ടൈസ് ചെയ്യുമ്പോ കഴിഞ്ഞ ജന്മത്തിലുള്ള ഒരു 10 വയസ്സ് വരെ കൊച്ചുങ്ങൾ മാത്രമേ വർക്കാവുന്നുള്ളൂ. അതിന് മുന്നേ കൊച്ചുങ്ങളെ ഹിപ്നോട്ടൈസ് ചെയ്ത് സംസാരിക്കുമ്പോ അതിന് മുന്നത്തെ കാലത്തിലുള്ള എന്ന് വെച്ചാൽ ഈജിപ്ഷ്യൻ ഒട്ടും അറിയേണ്ട ആവശ്യമില്ല. സ്പെയിനിയൻസ് വെച്ചാണ്, സ്പാനിഷ് വെച്ചാണ്. പക്ഷെ അതിന് മുമ്പ് വെച്ചാൽ അവിടുത്തെ കാര്യങ്ങളും അവിടുത്തെ ഇത് ആദ്യം ഏത് ഭാഷയെന്ന് മനസ്സിലായില്ല. പിന്നെ ഒരു ഈ ട്രാൻസ്ലേറ്റർ ഒക്കെ വെച്ച് നോക്കിയപ്പോ മനസ്സിലായി ഈജിപ്ഷ്യൻ ആണെന്ന്. പിന്നെ ഈ ആ ഭാഷ അറിയാവുന്ന ഒരാൾക്കൊണ്ട് വെച്ചപ്പോ അവിടെ പുള്ളി ഇങ്ങനെ താമസിച്ചിരുന്ന് പുള്ളിക്ക് ഒരു ഭാര്യ ഉണ്ടായി, മക്കളുണ്ടായി. അതൊക്കെ പുള്ളി ഇങ്ങനെ അവിടുത്തെ കാര്യങ്ങൾ മൊത്തം പറഞ്ഞു, ഈജിപ്ഷ്യൻ ഭാഷയിൽ പറഞ്ഞു. ഇന്ത്യയിൽ തന്നെ ഇങ്ങനെ സംഭവം ഉണ്ടായിട്ടുണ്ട്. അത് കുറെ വർഷം മുമ്പാ. ഈ ഡൽഹിയിൽ ഒരു പെൺകുട്ടി ജനിച്ച് ഒരു 5 വയസ്സായപ്പോ തന്നെ നല്ല മെച്യൂർ ആയിട്ടുള്ള ആൾക്കാരെ പോലെ പെരുമാറാൻ തുടങ്ങി. അപ്പോൾ ഈ കുട്ടി സംസാരിച്ചു തുടങ്ങുമ്പോൾ തന്നെ പറയുന്നത്, എൻ്റെ പേര് ഇതല്ല, എൻ്റെ പേര് വേറെയാണ്, എനിക്ക് ഇങ്ങനെ ഉത്തർപ്രദേശിലെ സ്ഥലത്ത് ഭാര്യയും ഒരു മോനും ഒക്കെ ഉണ്ട് എന്ന് പറഞ്ഞതാണ്. അപ്പോൾ ഇത് ആദ്യം ഈ കുട്ടിയുടെ പാരന്റ്സ് അങ്ങനെ കാര്യമായിട്ട് എടുത്തില്ല. പിന്നെ ഇങ്ങനെ ഓരോ ഡീറ്റെയിൽ ആയിട്ട് ഈ മുതിർന്നവർ സംസാരിക്കുന്ന അതേപോലെ ഇങ്ങനെ ഓരോ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തുടങ്ങിയപ്പോ പിന്നെ അവിടെ ചെന്ന് നോക്കിയപ്പോ മനസ്സിലായി ഇതേപോലെ ഫാമിലി ഉണ്ട്. ആ ഫാമിലിയുടെ പുള്ളിക്കാരന്റെ വൈഫ് ഇതേപോലെ 5-6 വർഷം മുമ്പ് മരിച്ചതാണ്, അവർക്ക് ഇതേപോലെ ഒരു കുട്ടിയുണ്ട്. അങ്ങനെയൊക്കെ അങ്ങനെ പല കാര്യങ്ങളും ഏതായാലും പറഞ്ഞില്ല. ആരും ജനിക്കുന്നില്ല മരിക്കുന്നില്ല. ഒരാള് മരിക്കുമ്പോ അയാൾ സോള് വേറെ ഇതിലേക്ക് ആ സമയം ജനിച്ച ആള് ഇതില് ഇപ്പൊ ആ ടൈമൊക്കെ നോക്കുമ്പോ കറക്റ്റാ. ഈജിപ്തിൽ മരിച്ച ആളും ആ ജനിച്ച ഒരേ ടൈമിലാ. അപ്പൊ അങ്ങനത്തെ ഒക്കെ ഇതുണ്ട്. എന്റെ വീടിനടുത്ത് ഇങ്ങനെ സംഭവം ഉണ്ടോ. ഇങ്ങനെ ഞങ്ങളെ വീടിനടുത്ത് ഒരു അപ്പൂപ്പൻ, പുള്ളിക്കാരൻ്റെ ഒരു ജനാർദ്ദൻ എന്നാ. അപ്പോ പുള്ളിക്കാരൻ മരിക്കുന്ന എനിക്ക് തോന്നുന്നു 2017-18 ആ സമയത്തുണ്ടോ. അപ്പോൾ പുള്ളിക്കാരൻ മരിക്കുന്ന സമയത്ത് പുള്ളിക്കാരൻ്റെ മരുമോള് പ്രഗ്നൻ്റാണ്. അപ്പോൾ പുള്ളിക്കാരൻ്റെ മോൻ്റെ ഭാര്യ. അപ്പോൾ പുള്ളിക്കാരൻ മരിച്ച് ഒരു 2 ദിവസം കഴിഞ്ഞപ്പോഴായിരുന്നു ഈ ചേച്ചിയുടെ ഡെലിവറി. അപ്പോൾ ഡെലിവറി കഴിഞ്ഞ് ഈ കുട്ടിയെ പുറത്തെടുത്തപ്പോഴാണ് ഡോക്ടർമാരെല്ലാം ഞെട്ടിപ്പോയി. അതായത് ഈ പുള്ളിക്കാരന് ഈ മുറുക്കാൻ ചവിക്കുന്ന ഒരു സ്വഭാവമുണ്ട്. അപ്പോൾ ഈ സംഭവം എന്ന് വെച്ചാൽ ഈ കുട്ടിയെ പുറത്തെടുത്തപ്പോ കുട്ടി വായിൽ ഇങ്ങനെ മുറുക്കാൻ ചവച്ചോണ്ടിരിക്കുകയായിരുന്നു. അതൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാൻ ഡോക്ടറുടെ അവസ്ഥ ചോദിക്കേ. ഡോക്ടർക്ക് പിന്നെ അത് വലിയ ട്രോമ ഉണ്ടാവില്ലേ. ഇനിയിപ്പോ ഏതൊരു കുട്ടിയെ പുറത്തെടുക്കുമ്പോഴും ഇങ്ങനെ സാധനം മുറുക്കാന്ന് വെച്ചാല് സാധാ മുറുക്കാൻ മാത്രം ഉണ്ടായുള്ള അല്ലെങ്കിൽ പുകയില അതുണ്ടായി. അത് അതിനുശേഷം ഈ പുള്ളിക്കാരന്റെ മോൻ എനിക്കറിയാവുന്ന ചേട്ടനാ. അപ്പോൾ ആ കുട്ടി പെൺകുട്ടിയായിട്ട് പോലും അച്ഛന്റെ ഓർമ്മയ്ക്ക് വേണ്ടിട്ട് ജനാർദ്ദൻ ആ കൊച്ചിന് പേരിട്ടു. പിന്നെ അങ്ങനത്തെ എക്സ്പീരിയൻസ് പ്രേതത്തിന് പറയുമ്പോഴാ നിങ്ങളാണെങ്കിൽ ഈ ഭൂതത്തിലൊക്കെ വിശ്വാസമുണ്ടോ? ഭൂതം എന്നുവെച്ചാ ഞാൻ പറയാം, എനിക്കൊരു അനുഭവം ഉണ്ടായെന്ന് വെച്ചാൽ ഞാൻ 3ാം ക്ലാസ് പഠിക്കുമ്പോൾ ഇങ്ങനെ സ്കൂൾ വിട്ട് വരാം. അപ്പോൾ സ്കൂളിൻ്റെ അവിടെ നിന്ന് എൻ്റെ വീട്ടിലോട്ട് ഒരു 5 മിനിറ്റ് നടക്കാനുള്ള ദൂരമുള്ളൂ.
അപ്പൊ ഞാനും എന്റെ കൂട്ടുകാരൊക്കെ കൂടെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടൊക്കെ വരും. അപ്പൊ ആ സമയത്ത് ഞങ്ങളുടെ കുറച്ച് അപ്പുറത്ത് ഈ റോഡ് പണിയൊക്കെ നടക്കുന്ന സമയം. അപ്പൊ എന്നും ഈ വലിയ ലോറികളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുന്നുണ്ട്. അപ്പൊ ഞാൻ ഈ സംസാരിച്ചുകൊണ്ട് നടക്കുന്നതിന്റെ ഇടയിൽ ഞാൻ കുറച്ച് റോഡിലോട്ട് ഇങ്ങനെ കയറി നടക്കുന്നത്. അപ്പോ ഇങ്ങനെ നടക്കുന്നതിന്റെ ഇടയിൽ ഒരു ലോറി ഇങ്ങനെ പുറകെ വരിക. പുള്ളിക്കാരൻ ഇങ്ങനെ ഞങ്ങളെ ശ്രദ്ധിച്ചില്ലെന്ന് തോന്നുന്നു. ഈ ലോറി ജസ്റ്റ് വന്നു കയറിയപ്പോൾ എൻ്റെ കൂട്ടുകാരെ പെട്ടെന്ന് അയ്യോ എന്നിങ്ങനെ വിളിച്ച്. അവർക്ക് മനസ്സിലായി എന്നെ ഇടിക്കുമെന്ന്. പിന്നെ ഞാൻ ജസ്റ്റ് ഒന്ന് തിരിഞ്ഞപ്പോൾ ഈ ലോറി വരുന്നുണ്ട്. ഞാൻ വിചാരിച്ചു പോകും മരിച്ച് തീർന്നു. പെട്ടെന്ന് ഞാൻ കാണുന്നത് ഞാനിങ്ങനെ അവിടുന്ന് ഇങ്ങനെ പറന്നു പോകുന്നതാണ്. അത് രക്ഷപ്പെട്ടിട്ട് എനിക്ക് എന്താ സംഭവം എന്ന് മനസ്സിലായില്ല. അപ്പൊ നോക്കിയപ്പോ ഞാൻ നോക്കിയപ്പോ ഒരു അങ്കിൾ, പുള്ളിക്കാരൻ ഇങ്ങനെ കുറച്ച് വണ്ണമൊക്കെ ഉണ്ട്, ഒന്ന് മുട്ടയൊക്കെ അടിച്ച് എന്തോ ഒരു പഴയ അതേപോലെയൊക്കെ ഇരിക്കും, പഴയ ഒരു ഡ്രസ്സൊക്കെ ഇട്ടുണ്ട്. ഈ വിഷയം പുള്ളി എനിക്ക് മാത്രമേ കാണാൻ പറ്റുന്നുള്ളൂ, മറ്റൊന്നും കാണാൻ പറ്റുന്നില്ല. എനിക്ക് ആരും അറിയത്തില്ലല്ലോ. അങ്ങനെ ഞാൻ പുള്ളിയോട് ചോദിച്ചു, അങ്കിളുടെ പേരെന്താ? അപ്പോ പുള്ളി ഇങ്ങനെ വന്നിട്ട് മുന്നേ ഞാൻ പരോഷ് എന്ന് പറഞ്ഞിട്ട് പുള്ളി അങ്ങ് അപ്പുറത്തേക്ക്. പിന്നെ പുള്ളി എല്ലായിടത്തും പുള്ളിയുടെ പ്രസൻസ് ഉണ്ട്, ലൈക്ക് ഇല്യൂമിനാറ്റി അതെല്ലായിടത്തും ഉണ്ട്. പിന്നെ അപ്രത്യക്ഷമായില്ലേ പുള്ളി? പുള്ളി അപ്രത്യക്ഷമായി. പിന്നെ ഞാൻ കണ്ടിട്ടില്ല. ഇടയ്ക്ക് ആരോ ഈ വനിതാ തിയേറ്ററിന്റെ അവിടെയൊക്കെ ഇങ്ങനെ കണ്ടിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. ഇങ്ങനെ രണ്ടുമൂന്ന് പേര് കണ്ടിട്ടുണ്ട്. സിനിമയ്ക്കിടയിലൊക്കെ ആറാട്ട് കണ്ണൻ കണ്ടിട്ടുണ്ട്. അങ്ങനെ കുറച്ച് എക്സ്പീരിയൻസ്. അതാണ് ഈ ഭൂതവും പ്രേതങ്ങളും വ്യത്യാസം. പിന്നെ വെച്ചാല് ഇതുള്ളതാണ്ടാ. പിന്നെ പലരും രക്ഷിച്ച സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അത് ഒരു കുട്ടികളോട് മാത്രം സ്നേഹമുള്ള സൂപ്പർ നാച്ചുറൽ കുട്ടികളോട് മാത്രം കുട്ടികൾക്ക് ഇപ്പൊ 18 വയസ്സിന് ശേഷം പുള്ളി പിന്നെ വന്നിട്ടില്ല അല്ലെ? കുട്ടികളോട് മാത്രമേ കാണാൻ പാടുള്ളൂ ആ ഭൂതത്തിന്. പിന്നെ അനുഭവങ്ങൾ വെച്ചാൽ കൊറേ അനുഭവങ്ങളുണ്ട്. എല്ലാം കൂടി നിങ്ങൾ മനക്കട്ടി നിങ്ങണ്ടാവും സംശയമാണ്. പിന്നെ കേരളത്തില് എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ഈ പ്രേതങ്ങൾ ഇറങ്ങുന്നത് ഈ ഇലക്ഷന്റെ സമയത്താണ്. കാരണം വെച്ചാൽ ഈ പല അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഈ 5 വർഷം മുമ്പ് മരിച്ചവര് വന്ന് വോട്ട് ചെയ്തിട്ട് പോയത്, ഇങ്ങനെ വോട്ട് ഇന്ത്യൻ പൗരൻ രീതിയിൽ വോട്ട് ചെയ്യാനുള്ള ആഗ്രഹം ഉണ്ടാവും. പക്ഷെ അത് വെറുതെ ആൾക്കാർ ഇങ്ങനെ വളച്ചൊടിക്കുന്നുണ്ട്. അതിങ്ങനെ ആൾമാറാട്ടം നടത്തി വന്ന് അതല്ല, ശരിക്കും ആ വ്യക്തിക്ക് വന്ന് വോട്ട് ചെയ്യാനുള്ള ആഗ്രഹം ഉണ്ടാവും. അതുകൊണ്ട് മാത്രമാണ് അദ്ദേഹം വന്ന് മരിച്ചിട്ടും വോട്ട് ചെയ്യാൻ ഇലക്ഷന് വന്ന് വോട്ട് ചെയ്ത് പോകുന്നത്. അല്ല, അതാ ഒരു ഇന്ത്യൻ പൗരൻ എന്നുള്ള ഉത്തരവാദിത്തം നമ്മൾ ബഹുമാനിക്കണം. കാരണം മരിച്ചിട്ടും വോട്ട് ചെയ്യാൻ വരുന്നുണ്ട്. അതൊരു വലിയ കമ്മിറ്റ്മെന്റ് അല്ലേ? നിങ്ങൾക്ക് ഈ ലോയർ ഫ്രണ്ട്സ് ഒക്കെ ചോദിച്ചാൽ മതി. IPC 327B എന്താണെന്ന് തോന്നുന്നു. അതിങ്ങനെ പറഞ്ഞു, മരിച്ചിട്ട് 8 വർഷം വരെ പ്രേതങ്ങൾക്ക് വോട്ട് ചെയ്യാനുള്ള അവകാശം ഉണ്ട്. വലിയാണ് അത് 328C അല്ലേ? ആണെന്ന് ഞാൻ റെഫർ ചെയ്തു. അപ്പോ അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഇദ്ദേഹത്തിന് ഉണ്ടായിട്ടുണ്ട്. പിന്നെ ക്രിസ്തുദാസ്, താങ്കൾക്കുള്ള ഒരു എക്സ്പീരിയൻസും പറയൂ. നമുക്കുള്ള എക്സ്പീരിയൻസ് വെച്ചാ പിന്നെ ഏതാ എക്സ്പീരിയൻസ്? പിന്നെ ഇതുപോലെ ഉച്ചക്കുള്ളൊരു പ്രേതമുണ്ട്. പണ്ട് ഞങ്ങൾ 4ാം ക്ലാസ്സിൽ പഠിച്ചിരുന്നപ്പ ഞങ്ങൾ കണ്ടൊരു സംഭവം. അത് ഉച്ചക്ക് തെണ്ടൻ അതിന്റെ പേര്. തെണ്ടൻ ഉച്ചക്ക് മാത്രമേ ഇറങ്ങുള്ളത്. ഉച്ചക്ക് നമ്മൾ പുറത്തിറങ്ങാൻ പാടില്ല. അതാണ് സംഭവം. ഇതെന്ന് വെച്ചാൽ ഈ തെങ്ങിന്റെ മുകളിൽ കൂടി ഇങ്ങോട്ട് ചാടും. ഉച്ചക്കായത് ഇറങ്ങണത്. സംഭവം ഞാൻ കണ്ടിട്ടില്ല, പക്ഷെ എന്റെ ഫ്രണ്ട്സ് ഒക്കെ കണ്ടിട്ടുണ്ട് സംഭവം. നമ്മള് ഒരു സ്ഥലം, അത് കൊറേ തെങ്ങുകളുള്ള സ്ഥലത്താണ് ഈ തെണ്ടൻ ഉണ്ടാവണം. തെങ്ങിൻ തോപ്പിലൊക്കെ അത് ഈ തെണ്ടൻ. എന്നിട്ട് നമ്മളിങ്ങനെ ആ സമയത്ത് അവിടെ ചെന്നാല് തേങ്ങ എടുത്തെറിയും അടിയിലോട്ട്. അതൊരു ഇഷ്യൂ ആണ്. അങ്ങനെ തെണ്ടൻ ഒരു സത്യമാണ്. നമ്മളിങ്ങനെ തല പൊക്കി മുകളിലോട്ട് നോക്കുമ്പോ തെങ്ങിന്റെ മുകളില് ഒരു വ്യക്തി സംഭവിക്കാണ്ട് നമ്മളത് കട്ടാവും. അവിടെ നമ്മള് കട്ടാവൂല, നമുക്ക് ധൈര്യം ഉണ്ട്. പക്ഷെ നമുക്ക് ധൈര്യം ഉണ്ട്, പക്ഷെ നമ്മൾ പോയി നോക്കാറില്ല. അതിന്റെ അതെ അതെ, നമുക്ക് അവരുടെ പ്രൈവസിക്ക് വിടാം. അവരുടെയും കൂടിയാണ് ഈ ലോകം, നമ്മുടെ മാത്രല്ല. പിന്നെ വെച്ചാ ഇതുപോലെ
പിന്നെ ഇതുപോലെ കുറെ ആളുകൾ സംഭവങ്ങളുണ്ട്. ഇങ്ങനെ ഓർത്തെടുത്ത് പറയാനാണെങ്കിൽ കുറെ കഥകളാണ്. കഥകളല്ല നടന്ന പലരും തമാശ അന്ന് പറഞ്ഞ പാരോസ് പപ്പയുടെ കഥ. പക്ഷെ അത് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റി. ആ ശബ്ദം ഇപ്പോഴും എന്റെ ചെവിയിലുണ്ട്. അന്ന് മരിക്കേണ്ടതായിരുന്നു. അന്ന് മരിക്കേണ്ടതായിരുന്നു. അതെ എന്റെ കുറെ ഫ്രണ്ട്സിനെ കുട്ടികളെ പപ്പ രക്ഷിച്ചിട്ടുണ്ട്. പിന്നെ അപ്പോ താങ്കളുടെ കഥ ഒന്നും ബാക്കിയില്ലെന്തോ? എനിക്കും ബാക്കി കൊറേ ഉണ്ട്. പക്ഷേ കഥകൾ നടന്ന സംഭവങ്ങൾ കൊറേ ഉണ്ട്. അതൊന്നും നമ്മള് ഇവിടെ കമന്റിലൂടെ രേഖപ്പെടുത്താണെങ്കിൽ ഇനി ഞങ്ങൾ ഇതുപോലെ പറഞ്ഞു. അതിന്റെ അടുത്ത പാർട്ടുകൾ വരും. പാർട്ട് 3, പാർട്ട് 4 അങ്ങനെ പലതൊക്കെ വരും. അപ്പോ അതാണ് ഇന്നത്തെ വീഡിയോ ഞങ്ങൾക്ക് ഇതുവരെ പറയാനുള്ളത്. അപ്പൊ നമുക്ക് ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. ഇന്നത്തെ ഈ പോഡ്കാസ്റ്റ് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. അപ്പോ ഇതോടുകൂടി ഇന്നത്തെ പ്രേതങ്ങൾ ഉണ്ടോ അവർ ഗോസ്റ്റ് എക്സ്പീരിയൻസസ് അവസാനിക്കുകയാണ്. നമ്മൾ അടുത്ത ടോപ്പിക്കായി അടുത്ത വിഷയത്തിൽ അടുത്ത പോഡ്കാസ്റ്റിന് വരാം. അപ്പോ അതുവരെ നിങ്ങൾക്ക് വിഷയങ്ങളൊക്കെ കമന്റ് ചെയ്യാ, സബ്സ്ക്രൈബ് ചെയ്യാ, ലൈക്ക് ചെയ്യാ, ഷെയർ ചെയ്യാ. അതുവരെ see you. ബൈ ബൈ.